കർത്താവ് യേശു മടങ്ങി വരുമെന്നുള്ളത് നിശ്ചയമാണ്. യേശു മടങ്ങി വരുമെന്നത് ഉറപ്പാണ്. ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ് ബൈബിൾ പ്രധാനമായും പ്രസംഗിക്കുന്നത്. മെയിൻ മെസ്സേജ്, ബൈബിളിൻ്റെ മേജർ മെസ്സേജ് യേശുവിൻ്റെ മടങ്ങി വരവാണ്. പഴയ നിയമത്തിൽ 1527 പ്രാവശ്യം യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള സൂചനകളുണ്ടെന്ന്. ഒന്നുകൂടെ പറയാം, പഴയ നിയമത്തിൽ 1527 പ്രാവശ്യം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. എവിടൊക്കെയാണെന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ എമ്മേവറീസിന് അറിയത്തില്ല. നിങ്ങളുടെ എൻ്റെ പുസ്തകത്തിൽ ഉണ്ടെന്നാണ് വേദപുസ്തകത്തെ ഒരുപാട് അപഗ്രഥിച്ച് പഠിക്കുന്ന പഠിതാക്കൾ എഴുതി വച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ അത്രയും പ്രാവശ്യമില്ല. 1845 പ്രാവശ്യം പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ വേദപുസ്തകത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 200 കോടി കോപ്പികൾ ആളുകൾ അംഗീകരിക്കുന്നതും 390 കോടി കോപ്പികൾ വിറ്റതുമായ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ബുക്ക് ഓഫ് ദ ബുക്സ് എന്ന് വിളിക്കുന്ന, പുസ്തകങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കുന്ന, ദി ബുക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ തിരുവചനം രേഖപ്പെടുത്തുന്നത്, ദൈവത്താൽ നിശ്വാസിതമായതായ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നത് യേശു മടങ്ങി വരും നിശ്ചയം. പഴയ നിയമ പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. ആദ്യത്തെ പ്രവചനം BC 4000 ഹാനോക്കാണ് പ്രവചനം പറഞ്ഞത്. ക്രിസ്തുവിന് 4000 വർഷങ്ങൾക്ക് മുന്നമേ ഹാനോക്ക് എന്ന പ്രവാചകനാണ് പറഞ്ഞത്. ഹാനോക്കിൻ്റെ പുസ്തകം ബൈബിളിൽ ചേർക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ബൈബിൾ അതിനെക്കുറിച്ച് പൊതുവെ അംഗീകരണ വാചകങ്ങൾ കാണാം. എന്തുകൊണ്ടാണ് ഹാനോക്കിൻ്റെ പുസ്തകം ബൈബിളിൽ ചേർക്കാഞ്ഞത്? അന്നത്തെ ആദിമ സഭാ പിതാക്കന്മാരോട് അത് ചേർക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടില്ല എന്ന കാരണത്താൽ ചേർത്തില്ല. ഇന്ന് ശാസ്ത്രം വളർന്നു, കമ്പ്യൂട്ടേഴ്സ് വളർന്നു, ഒരുപാട് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും മുന്നോട്ട് വന്നപ്പോൾ വേദപുസ്തകത്തിലെ ഇതര പുസ്തകങ്ങൾക്കുള്ളതായ ഈക്വൽ ഡിസ്റ്റൻറ്റ് ലെറ്റർ കോഡിംഗ് മുതലായ ഒരുപാട് കോഡിങ്ങുകൾ, നമ്പർ 7 കോഡിങ്ങുകൾ, ഇതൊന്നും ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ ഇല്ല. ആകയാൽ അത് വേദപുസ്തക ഭാഗം എന്നതിനേക്കാൾ കവിഞ്ഞ് ഒരു വെളിപ്പാടും ചരിത്ര ഭാഗവുമായി ചിത്രീകരിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ടാണ് അത് വേദപുസ്തകത്തിൽ ചേർക്കാഞ്ഞത്. പക്ഷേ ഹാനോക്കിൻ്റെ പ്രവചനങ്ങൾ തിരുവചനത്തിലുണ്ട്, ആധികാരികമായി യൂദ ലേഖനത്തിലുണ്ട്, പലയിടങ്ങളിലും ഹാനോക്കിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവിത ശൈലിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പ്രവചനം ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പറഞ്ഞത് ഹാനോക്കാണ്. ഒത്താൽ ഞാൻ ഹാനോക്കിൻ്റെ പുസ്തകത്തെ ഇനിയും തൊടും. ഏറ്റവും ഒടുവിലായി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് BC 400 മലാഖിയാണ് ആ പുസ്തകം ആ വാചകം പറയുന്നത്. അങ്ങനെ BC 4000 മുതൽ BC 400 വരെയുള്ള കാലഘട്ടങ്ങൾ കൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ യേശുവും തൻ്റെ ശിഷ്യന്മാരും ഉൾപ്പെടെ പുതിയ നിയമത്തിലും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദി വൈ, എന്തുകൊണ്ടാണ് യേശു വരുന്നത്, എന്തിനു വേണ്ടിയാണ് വരുന്നത്? ദ പർപ്പസ് ഓഫ് ഹിസ് കമ്മിങ്, യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്പർ 1, ടു റിസീവ് ദ ചർച്ച്. ഞാനത് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മലയാളം വായിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഒരു ഗ്ലാൻസ് കാണിച്ചു വെച്ച് മലയാളത്തിലായിരിക്കും ഞാൻ വിശദീകരിക്കുന്നത്. ഇത് മലയാളം സർവീസാണല്ലോ. എന്തിനു വേണ്ടിയാണ് യേശുവിൻ്റെ മടങ്ങി വരവ്? 1, സഭയെ ചേർക്കുവാൻ. ഏതൊക്കെ കാര്യങ്ങളാണ് സാധിക്കുന്നത്? 2, രക്ഷയെ പൂർത്തീകരിക്കുവാൻ. ഈ പദം ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടില്ല. ഇന്ന് ആത്മമണ്ഡലത്തിൻ്റെ ഉന്നതങ്ങളിലെന്ന് പറയുന്ന പലരെയും ബുദ്ധി തെറ്റിച്ച്, കണ്ണ് തെറ്റിച്ച് പിശാച് കറക്കുന്നതിൻ്റെ ഒരു ഭാഗം ഞാൻ ഓർപ്പിക്കാം. നമ്മുടെ എല്ലാം ആത്മാക്കളാണ് വീണ്ടെടുക്കപ്പെട്ടത്, ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്ക് 3 കാലഘട്ടങ്ങളാണ് ബൈബിൾ പറയുന്നത്. 1, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു, നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞവരാണ്. അത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നാം ഉറപ്പുവരുത്തി നാം രക്ഷിക്കപ്പെട്ടവരാണ്. 2, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അവിടെയാണ് 1000 വിശുദ്ധന്മാർ വീണു പോകുന്നത്, ഭോഷന്മാർ വീണു പോകുന്നത്. രക്ഷിക്കപ്പെട്ട നാം ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നെന്നുള്ള ജീവിതത്തിൽ പാപത്തിൻ്റെ പിടിയിൽ നിന്നും ജഡത്തിൻ്റെ മോഹത്തിൽ നിന്നും നാം രക്ഷിക്കപ്പെടുന്നവരാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ആ രക്ഷയുടെ പൂർത്തീകരണത്തിൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം കർത്താവ് തരികയും അന്ന് നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. ഇതിനെക്കുറിച്ചാണ് തിരുവചനം പറയുന്നത്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് ഏറ്റവും അധികം അടുത്തിരിക്കുന്നു. നാം ദൈനംദിന ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം എന്ന ആശയമാണ് പൗലോസ് പറയുന്നത്. ഫിലിപ്പ് ലേഖനത്തിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
കർത്താവ് യേശുവിൻ്റെ വരവ് രക്ഷയെ പൂർത്തീകരിക്കേണ്ടതിനാണ്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നൽകേണ്ടതിനാണ്. 3, ദൈവത്തിൻ്റെ സഭയെ മാനിക്കുവാൻ. ചിലർക്ക് തേജസ്സിൻ്റെ കിരീടങ്ങൾ കൊടുത്തുകൊണ്ട്, ചിലർ ഓടിയ ഓട്ടത്തിന് തക്കവണ്ണം പ്രതിഫലം കൊടുത്തുകൊണ്ട്, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചുകൊണ്ട്, ഒരുവനോട് നീ 10 പട്ടണത്തിന് അധിപനായിരിക്കുക, വേറൊരുവനോട് നീ 5 പട്ടണത്തിന് അധിപനായിരിക്കുക. ഒരുവൻ്റെ മേൽ കൊടുക്കുന്ന കിരീടത്തിൻ്റെ തേജസ് വേറെ, അവരുടെ മേൽ ലഭിക്കുന്ന കിരീടത്തിൻ്റെ തേജസ് വേറൊന്ന്. ഒരുവന് ലഭിക്കുന്ന ശരീരം ഒന്ന്, അവരന് ലഭിക്കുന്ന ശരീരം വേറൊന്ന് എന്നിങ്ങനെ സഭയെ മാനിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ഒടുവിലായി ഭൂമിയെ വീണ്ടെടുക്കുവാൻ. ഇന്നും അടുത്ത ആഴ്ചയിലും ഒന്നും അവിടെ വരെ നമ്മൾ എത്തുകയില്ല. കർത്താവ് വരാൻ താമസിച്ചാൽ ചില ആഴ്ചകൾ കൊണ്ട് നമ്മൾ അവിടം വരെ എത്തും, ഭൂമിയെ വീണ്ടെടുക്കുവാൻ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ അകത്തും പുറത്തും മുദ്രയുള്ള ഒരു പുസ്തകം കണ്ടു എന്ന് പറയുന്നത്, ഇന്ന് വേദപഠിതാക്കൾ ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് അത് ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാണ്. ഈ ഭൂമി ദൈവത്തിൻ്റെ വകയാണ്, പക്ഷെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അത് സാത്താൻ്റെ കയ്യിലായിപ്പോയി. അവനതിന് മുദ്രയിട്ടു, തിരിച്ചെടുക്കാതെ വണ്ണം അവനതിനെ സൂക്ഷിക്കുകയാണ്. നിങ്ങൾ കഴിക്കുന്ന സകല പ്രാർത്ഥനകളുടെയും മറുപടി വരാതെ അവൻ മുദ്രയിട്ടതുപോലെ ഈ പുസ്തകവും മുദ്ര വിട്ടിരിക്കുകയാണ്. എന്നാൽ കുഞ്ഞാട് മുദ്രകൾ ഓരോന്ന് പൊട്ടിക്കുകയും ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ് വീണ്ടെടുക്കുകയും ചെയ്യും. ഒരു സ്വർഗത്തിൽ നടക്കുമ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്നത് അനേക പ്ലേഗുകൾ, പല പ്രശ്നങ്ങൾ. ഏറ്റവും ഒടുവിൽ 3-ാമത്തെ ലോകമഹായുദ്ധം, എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ച. ഇതിനപ്പുറത്ത് ഈ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ് കർത്താവ് സ്വന്തമാക്കുകയും ഭൂമിയുടെ വീണ്ടെടുപ്പ് നടക്കുകയും എന്നെയും നിങ്ങളെയും രാജതുല്യരായി ഈ ഭൂമിയിൽ വാഴുവാൻ കർത്താവാക്കുകയും ചെയ്യുമെന്നതാണ് അന്തിമവിധി. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങളെന്ത്? നമ്പർ 1, സഭയെ ചേർക്കുവാൻ. 2, രക്ഷയെ പൂർത്തീകരിക്കുവാൻ. 3, സഭയെ മാനിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ. 4, ഭൂമിയെ വീണ്ടെടുക്കുവാൻ. ഇതിൽ ഓരോന്നിനും ഉപവിഭാഗങ്ങളുണ്ട്, ധാരാളം വിശദീകരണങ്ങളുണ്ട്. ഞാൻ അവിടോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വൈ, പർപ്പസ് എന്താണ്? എന്തിനു വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്? ഞാൻ പറഞ്ഞായിരുന്നു, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു വരുന്നത് നിശ്ചയമാണ്, നിശ്ചയമായും യേശു വരും. ഷുവർ ഹി ഈസ് കമ്മിങ്. ഐ എം സോറി. ഓക്കെ, ഭൂമിയെ വീണ്ടെടുക്കുക എന്ന ആശയത്തെ തുടർന്ന് ഈ രാജാക്കന്മാരുടെ കാലത്ത് ദാനിയേലിൻ്റെ ദർശനത്തിൽ ഒരു വല്ലാത്ത ബിംബത്തെ ദാനിയേൽ പ്രവാചകൻ മുഖേന വിശദീകരിച്ചു കൊടുത്തു. രാജാവ് ഒരു സ്വപ്നം കണ്ടു. അന്നത്തെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. താൻ ആ സ്വപ്നം എന്തെന്ന് മറന്നുപോയി. രാവിലെ എഴുന്നേറ്റ് നാട്ടുകാരെയും ദേശക്കാരെയും ഒക്കെ വിളിച്ചു. ആരെക്കൊണ്ടും വ്യാഖ്യാനിക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വപ്നവും അതിൻ്റെ അർത്ഥവും ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. ദാനിയേൽ പ്രവാചകൻ ഈ സ്വപ്നവും അർത്ഥവും പറഞ്ഞു കൊടുക്കുമ്പോൾ രാജാവ് അത് മനസ്സിലാക്കി. അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ബിംബമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത്. തല തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും, കൈകൾ രണ്ടും നെഞ്ചും വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും, വയറ് താമ്രം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും, അരയും തുടയും ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും, കാല് പാതി ഇരുമ്പും പാതി കളിമണ്ണും കലർന്ന ഒരു മിശ്രിതം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമായ ഒരു ബിംബത്തെ രാജാവിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതായിരിക്കും ഭാവി രാജഭരണത്തിൻ്റെ അല്ലെങ്കിൽ ലോകഭരണത്തിൻ്റെ ആകത്തുക. ദാനിയേൽ ആ പ്രസ്താവന അല്ലെങ്കിൽ സ്വപ്നത്തെ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, രാജാവേ, മേലാൽ സംഭവിപ്പാനുള്ളത് എന്ത് എന്ന ചിന്തയാൽ തിരുമേനിയുടെ ഹൃദയം പള്ളിമെത്തയിൽ വെച്ച് വ്യാകുലപ്പെട്ടിരുന്നു. മേലാൽ സംഭവിപ്പാനുള്ളത് സ്വർഗത്തിലെ ദൈവം അങ്ങയെ അറിയിച്ചുമിരിക്കുക. ഈ കാണുന്നതായിരിക്കും ഭാവിയിൽ നടക്കാൻ പോകുന്നത്. സ്വർണം കൊണ്ടുള്ള തല, തങ്കം കൊണ്ടുള്ള തല അങ്ങ് തന്നെയാണ്. അങ്ങയുടെ കാലത്ത് നടന്നിട്ടുള്ളതുപോലെ മാന്യമായൊരു ഭരണം ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല. എന്നുവരെ യേശു രാജ്യം ഏറ്റെടുക്കുന്നത് വരെ ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല. കറപ്ഷനും അനീതിയും കലർന്ന ഒരു ഭരണമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങയ്ക്ക് ശേഷം അങ്ങയേക്കാൾ താണ വേറൊരു ഭരണം വരും. തങ്കം കൊണ്ടുള്ള തലയാണെങ്കിൽ വെള്ളി കൊണ്ടുള്ളതായിരിക്കും രണ്ടാമത്തെ ഭരണം. 2 കൈകൾ വന്ന് ഒരുമിച്ച് ചേർന്ന് ഒരു നെഞ്ചോട് ചേരുന്നത് പോലെ മേദ്യരും പാർശ്യരും എന്ന 2 വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു മേദ്യ പാർശ്യ രാജവംശമായിരിക്കും രംഗത്ത് വരുന്നത്. 3-ാമത്തേത് ഇന്നത്തെ വ്യാഖ്യാനത്തിൽ ഗ്രീസുകാരാണ്. താമ്രം കൊണ്ടുള്ളതായ, ബലത്തിൽ വലിയതാണത്, താമ്രം കൊണ്ടുള്ളതായ 3-ാമത്തെ ഭരണം വരും.
4 ഇരുമ്പ് കൊണ്ടുള്ളതാണ്. പക്ഷേ ഇരുമ്പ് കൊണ്ടുള്ള ഭരണം രണ്ടായി തിരിയും, 2 കാലുകൾ വേർതിരിയുന്നത് പോലെ. അതുതന്നെയായിരുന്നു റോമൻ ഭരണം. ഇരുമ്പ് പല്ലുള്ള ചക്രവർത്തിമാരെന്നറിയപ്പെടുന്ന റോമൻ ഭരണം ഭരിച്ചെങ്കിലും അത് 2ആയി വിഘടിച്ചു മാറുകയായിരുന്നു. അതിനുശേഷം ഒടുവിലായി ഇന്ന് കാണുന്ന ഭരണം ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്നത് ജനായത്ത ഭരണം. അതിനെക്കുറിച്ച് 2 വിശദീകരണങ്ങളാണ് ബൈബിളിൽ. ഒന്ന്, ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്തതുപോലെ ഒരു കാലത്തും ഇവർ തമ്മിൽ ചേരത്തില്ല. ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഓപ്പോസിഷൻ നിർബന്ധമാണ്. 2 വേർപെട്ടിരിക്കും. 2 മനുഷ്യ ബീജത്താൽ അവർ അന്യോന്യം ഇടകലരുവാൻ ശ്രമിക്കുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ഒരിക്കലും ചേരാത്തതുപോലെ ജാതി വൈരാഗ്യങ്ങൾ, വർഗീയവാദങ്ങൾ ഒരു കാലത്തും നിൽക്കയില്ല. ഇതെല്ലാം ചേർക്കാൻ ശ്രമിക്കുമെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഭരണം നടക്കും. കുഞ്ഞുങ്ങൾ വായിച്ചു ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യമാണ്. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ജെയിംസ് സാർ എന്നോട് പറഞ്ഞത് ഈ ഒരു പോസ്റ്റ് അവർക്കും കൂടെ ഉണ്ടാക്കണം. എൻ്റെ കഴിവിൻ്റെ പരമാവധി സമയം അനുവദിക്കുന്നിടത്തോളം ഞാനത് ചെയ്യാം. പക്ഷെ ഇത് കണ്ട ഉടനെ നിങ്ങൾ വാക്യം നോട്ട് ചെയ്തോണം. നിങ്ങളുടെ സമയത്ത് വായിച്ചാൽ മതിയാകും. ഈ രാജാക്കന്മാരുടെ കാലത്ത് ഈ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ഈ മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഈ ബിംബത്തിൻ്റെ കാലിൽ അടിക്കും. ഒടുവിൽ കാലുകൾ 10 വിരലുകളായി തിരിഞ്ഞ് 10 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഭരിക്കുന്ന ആ പ്രധാന കാലത്ത് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വരും. അത് നിത്യനായ ദൈവം തൻ്റെ രാജ്യത്വം സ്ഥാപിക്കേണ്ടതിന് വേണ്ടി ഈ ലോകരാജ്യങ്ങളുടെ മേൽ ഇടിച്ച് അതിനെ ധൂളിപ്പിച്ച് ആകാശത്തിലെ കാറ്റതിനെ പറപ്പിച്ച് അതൊന്നുമില്ലാതെയായി മാറുകയും വന്നിടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി മാറുകയും അതൊരു സാമ്രാജ്യമാണ്. ആ രാജ്യം വേറൊരു ജാതിക്ക് വിട്ടുകൊടുക്കാതെ യേശു അത് ഏറ്റെടുക്കുകയും ചെയ്യും. സഹസ്രാബ്ദ വാഴ്ചയെ വരെ ഇത് കുറിക്കുന്നതായ ഒരു പദമാണ്. എന്നാണ് യേശു വരുന്നത്. ഞാൻ പറഞ്ഞു രാജ്യങ്ങളെ മാറ്റിക്കളയുന്നതിനെ കുറിച്ചാണ് ഞാൻ തൊട്ടത്. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഒരല്പം കൂടെ കൂടുതൽ ഞാൻ ഇപ്പം തന്നെ തൊട്ടേച്ച് പോകാം. കാര്യം ഞാൻ ഇവിടെ വന്നിരുന്ന ശേഷം ദൈവാത്മാവ് ആ ഭാഗമൊന്ന് തൊടാൻ എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിൻ്റെ റെഫറൻസസ് മാത്രം ഒന്ന് നോക്കിയെടുക്കുകയായിരുന്നു. ദയവായി 3-4 വാക്യങ്ങൾ വായിക്കണം. ഞാനിത് ഒരു വിശദീകരണത്തിന് വരത്തില്ല. വിശദീകരിക്കുവാൻ ഇന്നെനിക്ക് സാധ്യമല്ല. അടുത്ത ദിവസങ്ങളിൽ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഒരു പരിമിതി വരെ എനിക്കതിൽ കൂടുതൽ അറിഞ്ഞുകൂടാ. കാര്യം ചരിത്രം ഒത്തിരിയും കൂടെ കൂടുതൽ അറിയാവുന്നവർക്ക് മാത്രമേ അത് വിശദീകരിക്കാൻ കഴിയത്തുള്ളൂ. ചരിത്ര വിദ്യാർത്ഥികൾ എന്നെ കേൾക്കുന്നവർ, ഇൻ്റർനെറ്റിൽ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ഇതിനകത്തെന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ നിമ്രോദിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നന്നായി അറിയാവുന്ന ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തതുകൊണ്ട് ലോകത്തിലെ 10,000-ങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് പോലെ ഒരുപാട് വിശദീകരിക്കുവാൻ കഴിഞ്ഞു. ഇതുപോലെ ചരിത്രഭാഗങ്ങളെക്കുറിച്ച് ഗൗരവമായി അറിവുള്ളവർ ദയവായി എന്നെ കോണ്ടാക്ട് ചെയ്യണം. വായിക്കാം. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അന്തിമ ഭരണകൂടത്തിങ്കൽ രാജ്യങ്ങൾ തമ്മിൽ റീഷഫിൾ ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതും, ഇന്ന് ഇവിടെ പറ്റി നിന്നവൻ നാളെ അവിടെ പറ്റുന്നത്, ഇന്ന് ഞാൻ ഈ പാർട്ടിക്കാരനാണെന്ന് പറയുന്നവൻ ഇവിടെ അന്ന് 100 കോടി വാങ്ങിച്ചുകൊണ്ട് അങ്ങേ പാർട്ടിയിലേക്ക് ചാരുന്നതും, യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത്. ഒരു രാജ്യത്തിൻ്റെ അകത്തെ പാർട്ടിയുടെ കാര്യമാണെങ്കിൽ ലോക സാമ്രാജ്യങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഇതൊന്നുമല്ല. കോടികൾ അവർക്കൊന്നുമില്ല. വലിയതും ചെറുതുമായത് അവിശ്വസ്തതയുടെ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റീഷഫിളിങ് കാണാം. 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടിയിട്ട് അതിൻ്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ് ചിതറച്ച് കളവീൻ. അതിൻ്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ. അതിൻ്റെ തായ് വേരോ വയലിലെ ഇളംപുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവീൻ. നിൽക്കട്ടെ, ഇത് ബേൽഷസ്സർ രാജാവിനെ കുറിച്ച് പറയുന്നതാണ്. രാജാവേ, അങ്ങയുടെ ജീവിതത്തെ ദൈവം മാറ്റാൻ പോവാ. അങ്ങയെ ദൈവം ആകപ്പാടെ പറിച്ചിട്ട് കുടയാൻ പോകുകയാ. അങ്ങ് വന്യമൃഗങ്ങളെപ്പോലെ, കാട്ടുമൃഗങ്ങളെപ്പോലെ പുല്ല് തിന്നുന്ന ഒരു കാലത്തേക്ക് ദൈവം നടത്തും. അങ്ങയുടെ സുബോധം നഷ്ടപ്പെടും. അങ്ങൊരു ഭ്രാന്തനായി മാറും. പക്ഷേ ഇന്ന് അങ്ങയെക്കുറിച്ച് കാണിക്കുന്ന ഈ കാഴ്ചയുണ്ടല്ലോ, ഇത് ലോക സാമ്രാജ്യങ്ങളിൽ നിലനിൽക്കേണ്ടതിന് താമ്രം കൊണ്ടെന്നത് വണ്ണം മണ്ണിനകത്ത് കുഴിച്ചിടുന്നത് പോലെ മാറാതെ അവിടെ ഇരിക്കട്ടെ. ഭാവിയിൽ ഇതിൻ്റെ ആവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. ഇനിയും 11-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 11-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ 11:30 മുതൽ 34 വരെ.
കിത്തീം കപ്പലുകൾ അവന്റെ നേരെ വരും. അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രൂത്തിച്ച് പ്രവർത്തിക്കും. ഇത് ഏറ്റവും ഒടുവിലായി നടക്കുന്ന മഹാ ഉപദ്രവ കാലത്തോട് ചേർന്ന് അന്തിമ ഗവൺമെന്റ് ഈ ഭൂമിയിൽ ഭരിക്കേണ്ടതിന്, രംഗപ്രവേശനം ചെയ്യേണ്ടതിന് UNOയുടെ കയ്യിലേക്ക്, അതെൻ്റെ ധാരണയാണ്, എൻ്റെ വിശ്വാസമാണ്, ഏറെക്കുറെ അത് കറക്റ്റാണ്, UNOയുടെ കയ്യിലേക്ക് കാര്യങ്ങൾ കൈമാറും ചെയ്യേണ്ടതിന് വൻ നീക്കങ്ങൾ ഈ ഭൂമിയിൽ നടക്കുമ്പോൾ അവൻ ഒരു രാജാവ് എഴുന്നേറ്റ് വരും. പക്ഷേ ഷിത്തിം കപ്പലുകൾ അവനെതിരെ വരും. അവനെ ഭരിക്കുവാൻ അനുവദിക്കാതെ മറ്റു ചില ജാതികൾ വലിയ നാവിക പടയുമായി, ഇന്നത് പറഞ്ഞാൽ മനസ്സിലാകും, ആറ്റമിക് എനർജി സംഭരിച്ചു വച്ചിരിക്കുന്ന 100 വിമാനങ്ങൾ കൊണ്ടുപറക്കുവാൻ കഴിയുന്ന വലിയ നാവിക പടയുമായി, ഷിത്തിം കപ്പലുകളുമായി അവന് നേരെ വരികയും അവനാകപ്പാടെ അവൻ്റെ ഉദ്ദേശം സാധിക്കാതെ പോയതിൽ ക്രുദ്ധിച്ച് വിശുദ്ധ ജനത്തിൻ്റെ നേരെ, യെരുശലേമിൻ്റെ നേരെ തിരിയുകയും ചെയ്യും. വായിച്ചോ ഒന്നുകൂടെ വാക്യം. കിത്തീം കപ്പലുകൾ അവന്റെ നേരെ വരും. അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രൂതിച്ച് പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചു കൊള്ളും. നിൽക്കട്ടെ, വിശുദ്ധ നിയമത്തെ അവൻ ക്രൂദ്ധിച്ചു മാറ്റും. ഒരുപാട് പേര് ഞാൻ പണ്ടൊരിക്കൽ ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ മണ്ടത്തരമാണെന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും ഞാൻ അവരോട് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം അതിനകത്തൊരർത്ഥമില്ല, അർത്ഥശൂന്യമായ പ്രഖ്യാപനങ്ങളാണ്. വിശുദ്ധ നിയമത്തെ മാനിക്കാത്ത ഒരു ജാതിയുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ് അവർകൾ മരിക്കുന്നതിന് മുന്നമേ അന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ബാഹ്യാകാശ ശാസ്ത്രലോകത്തിൽ ഏറ്റവും പ്രാവീണ്യം അർഹിച്ചിരുന്ന ആ പഴയ അപ്പച്ചൻ മരിക്കുന്നതിന് മുന്നമേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഏലിയൻസ് അവരുടെ ടെക്നോളജി നമുക്ക് തരുവാൻ താല്പര്യപ്പെടുന്നു. ഏലിയൻ ടെക്നോളജി നമുക്ക് ലഭിക്കണമെങ്കിൽ ഏലിയൻസ് ഏറ്റവും വെറുക്കുന്നതായ ബൈബിൾ എന്ന ഗ്രന്ഥം മനുഷ്യവർഗത്തിൽ നിന്ന് മാറണം. സുവിശേഷവും സുവിശേഷകന്മാരും ഏലിയൻസ് എതിർക്കുന്നതാണ്. ബൈബിൾ, ആ വിശുദ്ധ നിയമം അവന് അപ്രാപ്തമാണ്. ലോകത്തിലെ ചില ലൈബ്രറികൾ ഇന്നതവിടെ വെച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിച്ച് കഴിഞ്ഞത് നമ്മൾ മറക്കരുത്. ചില സാമ്രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ, സ്കൂളുകളിൽ ബൈബിൾ വായിക്കുന്നതിനെ നിരോധിച്ചത് അറിയാതിരിക്കരുത്. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ബൈബിൾ മാറ്റുവാൻ ആവശ്യപ്പെട്ടത് എനിക്കും നിങ്ങൾക്കും പരിചയമുള്ളതാണ്. കാരണം ചില ബൈബിൾ സൊസൈറ്റികൾ ഹോട്ടലുകളിൽ വരെ ബൈബിളുകൾ വെച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് അതിന് അനുവാദമില്ലാതെയായി. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തുറന്നിരുന്ന ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, എനിക്കും നിങ്ങൾക്കും അറിയത്തക്കതുപോലെ. എടുത്തു മാറ്റിയത് ആരും മറക്കരുത്. വിശുദ്ധ ഗ്രന്ഥത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു പ്രവണത ലോകത്തിൽ ഉണ്ടാകും. കാര്യം ഈ ഗ്രന്ഥം സത്യമായി പാലിച്ചാൽ അതിൻ്റെ വേരുകൾ സഭയുടെ അകത്ത് കാണാം. തിരുവചനത്തിനകത്ത് പറയുന്ന പലതും പാലിക്കരുതെന്നും തിരുവചനത്തിന് വിരോധമായി ചിലത് ചെയ്യണമെന്നും പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഈ ലോകത്തിൽ ഉയർന്നു വരും. കാര്യം ഷിത്തിം കപ്പലുകൾ അവനോട് എതിർത്തതുകൊണ്ട് അവൻ്റെ ഈ കാര്യങ്ങൾ ഒക്കുന്നില്ല. അവൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇവിടുന്ന് മാറ്റപ്പെടണം. അതിനു വേണ്ടി അവൻ തിരുവചനത്തോട് എതിർക്കും, വിശുദ്ധ ഗ്രന്ഥത്തോട് എതിർക്കും, വിശുദ്ധ ജനത്തോട് എതിർക്കും. പിന്നെ അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി. അവൻ വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസഭയിൽ അരുത് എന്ന് പറയുന്ന പലതും വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, 3-ാം തലമുറ പോലും, സന്തതിയുടെ കാലത്ത് പോലും അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ ജാതികൾ അങ്ങയുടെ ആലയത്തിനകത്തിരിക്കുന്നത് അങ്ങ് കണ്ടുവല്ലോ. അങ്ങയുടെ പ്രമാണങ്ങൾ നിയമിക്കപ്പെട്ടു, അങ്ങയുടെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു. എല്ലാം സഭയുടെ അകത്ത് കയറി. വെളിയിൽ അതിനേക്കാൾ ഉപരിയാണ്. സഭയെ ജയിച്ച ശേഷം മാത്രമേ പിശാചിന് ലോകത്തെ ജയിക്കാൻ കഴിയൂ എന്നതിനാൽ സഭയ്ക്കകത്തതിൻ്റെ ജയം കണ്ടു തുടങ്ങി. പല ആരാധനാലയങ്ങളിലും സ്റ്റേജുകളിൽ, ഓ ഗോഡ്, എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾ, സഹോദരിമാർ പ്രത്യേകിച്ചും 10-11 പേര് കൊയറിനകത്ത് നിന്ന് പാട്ടുപാടുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നുകൂടെ ഓർത്തു. വേദപുസ്തകത്തിന് ഒരുപാട് പ്രമാണങ്ങളുണ്ട് വരുന്നവരുടെ. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പാടിക്കണം, പക്ഷെ അവരുടെ വസ്ത്രധാരണവും മറ്റും മാന്യമായിരിക്കണം, തിരുവചനത്തിൻ്റെ പ്രമാണത്തിലായിരിക്കണം എന്ന് ഞാൻ എടുത്തു പറയുകയുണ്ടായി. സൺഡേ സ്കൂൾ അധ്യാപകരുടെ മേൽ അതിൻ്റെ വലിയൊരു ചുമതലയുണ്ട്. ഇന്ന് പലയിടങ്ങളിലും പല ആരാധനകളിലും പാട്ടുപാടുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന പെൺകുട്ടികളോ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന സഹോദരിയോ അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്തേണ്ടതിന് വസ്ത്രാക്ഷേപം ഉണ്ടാകുന്നത് സാരമല്ല,
അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്തിയാണ് ജനത്തെ ആകർഷിക്കേണ്ടതിന് എന്നതിന് വേണ്ടി പൈശാചിക സംതൃപ്തിക്കൊത്തവണ്ണം വേഷം കെട്ടി കോലം കെട്ടി കയറുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന് പറവാനുള്ളത്, അല്ല, എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 6 ചിറകുള്ള സാറാഫുകൾ നിത്യനായ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അടുത്തു വരുമ്പോൾ അവർ 2 ചിറകുകൾ കൊണ്ട് പറക്കുകയും 2 ചിറകുകൾ കൊണ്ട് അവരുടെ മുഖം മൂടുകയും 2 ചിറകുകൾ കൊണ്ട് അവരുടെ പാദം മൂടുകയും ചെയ്തു. സാറാഫുകൾ തീ നിറമുള്ളവരാണ്, മനോഹര വർണ്ണരാണ്, അവരുടെ കാൽപാദം വരെ കാണാൻ വളരെ നല്ലതാണ്. പക്ഷേ ആരും കണ്ട് ആകർഷിക്കപ്പെടേണ്ടതിനല്ല ഞങ്ങൾ നിൽക്കുന്നത് ആരെയും ആകർഷിക്കാനല്ല, പകരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. 2 കൊണ്ട് അവരുടെ പാദം മൂടി, 2 കൊണ്ട് അവരുടെ മുഖം മറച്ചു, 2 കൊണ്ട് അവരുടെ മുഖം മറച്ചു. തേജോമയമായ മുഖം, ആര് കണ്ടാലും ആകർഷിക്കപ്പെടുന്ന മുഖം, അതിനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ നിപ്പിന് വേറൊരു പ്രത്യേകതയുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആർക്കേണ്ടതിന് വേണ്ടി 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് പാദം മൂടി എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും ചിറകുകൾ കൊണ്ട് മറച്ച് അടുത്ത 2 ചിറകുകൾ കൊണ്ട് പറന്നു നിന്നാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. ആരാധനയുടെ ശൈലി വേറെയാ. ജഡീക മോഹത്തിലും ലോകമോഹത്തിലും തകർന്ന് ജനത്തെ ആകർഷിച്ച് ദൈവത്തിങ്കിൽ അകറ്റുവാൻ. ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നത്, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ UK നിന്നൊരു മെയിൽ അയച്ചു. അദ്ദേഹത്തിന് മറുപടി അയച്ചില്ല, എപ്പോഴും ഞാൻ മറുപടി അയച്ചോളാം. ഞാൻ യേശുവിൻ്റെ വരവിനെ കുറിച്ചൊന്ന് പ്രസംഗിക്കുന്നുവെന്ന് ഇന്നലെ പബ്ലിഷ് ചെയ്തിരുന്നു. അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം എൻ്റെ പേർക്ക് എഴുതി, യേശുവിൻ്റെ വരവിനെ കുറിച്ച് ഇന്ന രീതിയിൽ പറയണം. പൊന്നു സഹോദര, പറയത്തില്ല. കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ വ്യവസ്ഥയുമായി പോകുന്നതല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ ലേഖനത്തിൻ്റെ അടിയിൽ ഒരു സൈനുമൊക്കെ ചെയ്താണ് എൻ്റെ പേർക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് മാത്രം പറയുക, കേൾക്കുന്നുണ്ടെന്നറിയാം. ഞാനത് പറയത്തില്ല. കാര്യം അതിന് തിരുവചന രേഖകളില്ല, അതുകൊണ്ട് എനിക്കത് പറയാനൊക്കത്തില്ല. അതേ ആശയം തന്നെ ഈ ഒരു 2 ദിവസം കൊണ്ട് 3-4 പേർ എൻ്റെ പേർക്ക് അയച്ചിട്ടുണ്ട്. യേശുവിൻ്റെ വരവിനെ കുറിച്ച് ഇന്നത് പറയണം. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 15 ദിവസത്തേക്കകം ആർക്കോ കിട്ടിയ വെളിവുകേടാണ്. പക്ഷേ ഞാനത് പ്രസംഗിക്കാൻ ആരുമല്ല. കാര്യം ദൈവവചനത്തിൽ രേഖയില്ലാത്തത് പറയുവാൻ, അല്ലെങ്കിൽ സൂചനയെങ്കിലും ഇല്ലാത്തത് പറയുവാൻ എനിക്ക് കഴിയുകയില്ല. യേശുവിൻ്റെ മടങ്ങി വരിവെങ്കിൽ ഇതുപോലുള്ളതിനെ അശുദ്ധമെന്ന് തള്ളും. ഓക്കെ, ഇച്ചിരൂടെ വായിച്ചിട്ട് താവട്ടെ 34 വരെ. വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം സത്യാരാധനയ്ക്ക് പകരമായി പ്രതിഷ്ഠിക്കപ്പെടും. ആത്മവശത്തിന്റെ നഷ്ടം. ഇനിയും 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഞാൻ വേറെ ചില ആശയങ്ങളിലേക്ക് മാറും. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒടുവിൽ ദൈവം തന്റെ മീഖായേലിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തും. മീഖായേൽ എഴുന്നേൽക്കും. പിന്നെ ഈ ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് ഏറ്റവും വലിയ കഷ്ടകാലം ഉണ്ടാകും. അതാണ് മഹാ ഉപദ്രവകാലം. അന്ന് മീഖായേലും എഴുന്നേറ്റ് വരും. എന്നിട്ട് അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. അന്ന് നിന്റെ ജനം, ആ ജനമെന്നുള്ളതിന് ഒരു എംഫസൈസ് കൊടുത്തു. പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും തന്നെ. ആ പദം മറക്കരുത്. മോശ ഒരിക്കൽ പറഞ്ഞ്, കർത്താവേ, അങ്ങയുടെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരങ്ങ് മായിച്ചേക്ക്, എന്നെ അങ്ങ് തള്ളിയേക്ക്, പക്ഷെ ജനത്തെ അംഗീകരിക്കണം. കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ ഒത്തിരി എണ്ണത്തെ തള്ളും. എന്നെ വിട്ടുപോകുന്നവൻ്റെ പേര് ഞാൻ മണ്ണിൽ എഴുതി വെക്കും. എന്നോടുകൂടെ ഉള്ളവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കയില്ല. രക്ഷിക്കപ്പെട്ട ദൈവവൈതലിനെ കുറിച്ച് പറയുന്ന പുതിയ നിയമത്തിൻ്റെ പ്രയോഗമാണത്. നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നത് ആരൊക്കെയാണ്? പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും. അത് രക്ഷിക്കപ്പെട്ടവരുടെ മുഴുവനും പേരുണ്ട്. സ്നാനപ്പെടാത്തവൻ്റെ പേരുണ്ടോ? കണ്ടേക്കാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് വാദിക്കുന്നില്ല. കാര്യം രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശുവിനെ സ്വന്തം രക്ഷകനായി അംഗീകരിക്കുക എന്ന് പറയുന്നത് യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കുക എന്ന പദം കൂടെ ചേർത്തുകൊണ്ടാണ്, ആശയം കൂടെ ചേർത്തുകൊണ്ടാണ്. യേശുവിൻ്റെ ദൈവത്വം ഒരു വ്യക്തി അംഗീകരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കാൻ ഒക്കത്തില്ല. യേശുവിൻ്റെ ഇൻസ്ട്രക്ഷൻ അല്ല കൽപ്പനകൾ. തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാതിരിക്കാൻ ഒക്കത്തില്ല. വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക.
അംഗീകരിക്കണമെന്നത് യേശുവിൻ്റെ കൽപ്പനയാകയാൽ യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്ന ഏവനും ആ കൽപ്പനയിൽ നിന്ന് വെളിയിലല്ല. ആകയാൽ സ്നാനപ്പെടാത്ത ഒരാൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ പറയാൻ അറിയാൻ വയ്യ എന്ന് പറഞ്ഞ് ഒഴിയട്ടെ, അല്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതെൻ്റെ കരുതലാണ്, അല്ല എന്ന് ഞാൻ കരുതുന്നു. നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷിക്കപ്പെടും. വായിച്ചോതാവട്ടെ. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, അതിൽ പലരും നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരാണ്. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ആരാണ്? നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും തന്നെ നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരാണ്. അങ്ങനെ നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും രക്ഷിക്കപ്പെട്ടതിൽ പലരും. വായിച്ചു. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. ചിലർ നിത്യജീവനായും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭയത്തോടെ ഞാൻ ഇത് പറയട്ടെ, ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്നവർ ദയവായി കേട്ടാലും, ആ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ചിലർ നിത്യനിന്ദയ്ക്കായിരിക്കും, ചിലർ നിത്യ തേജസ്സിന് വേണ്ടി ആയിരിക്കും. ആരാണ് നിത്യനിന്ദയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്നത്? ആധികാരികമായി പറയുവാൻ എനിക്ക് നിവർത്തിയില്ല, അതുകൊണ്ട് ഞാൻ ആധികാരികമാക്കുന്നില്ലെങ്കിലും സൂചനകൾ സൂക്ഷിക്കുന്നത് കൊള്ളാം. രണ്ട്, ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ഒരിക്കൽ ഇംഗ്ലണ്ടിൽ നിന്നിറങ്ങി. ഇംഗ്ലണ്ടിലല്ല, ഐൽ ഓഫ് വൈറ്റിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലണ്ടിനോട് ചേർന്നുള്ള ഐൽ ഓഫ് വൈറ്റിൽ നിന്ന് ആണ് ടൈറ്റാനിക് കപ്പൽ യാത്ര ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ആ സ്ഥലം പോയി കണ്ടിട്ടുണ്ട്. ടൈറ്റാനിക് കപ്പൽ യാത്ര ചെയ്ത് അറ്റ്ലാന്റിക്കിലൂടെ പോകുമ്പോൾ എതിരെ വന്ന കപ്പലുകൾ ഒരു സിഗ്നൽ പാസ് ചെയ്തു. വലിപ്പമേറി ഒരു മഞ്ഞുകട്ട ഒഴുകി വരുന്നുണ്ട്. അതുകൊണ്ട് കപ്പൽ സ്പീഡ് കുറച്ച് പോകണം, അഥവാ കൂട്ടിമുട്ടിയാൽ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകടം ഉണ്ടാകുമെന്ന് ആരും ഒരു വാണിംഗ് കൊടുത്തില്ല. ഒരു സാധ്യതാ വാചകം, ഇതുപോലൊരു സാധ്യതാ വാചകം, ഒരു വാണിംഗാണ് ഞാൻ പറയുന്നത്. പക്ഷെ ടൈറ്റാനിക് കപ്പലിൻ്റെ കപ്പിത്താൻ പറഞ്ഞു, ഈ കപ്പൽ മഞ്ഞുമലകളുടെ മുമ്പിൽ താഴേണ്ടതല്ല, അതിനേക്കാളൊക്കെ മേളിലാണ് ഈ പാർട്ടി, അതുകൊണ്ട് പോകുകയാണെന്ന് പറഞ്ഞു പോയി. ഒറ്റ ഇടി ഇടിച്ചു, രണ്ടാമതൊന്നും ഇടിക്കേണ്ടി വന്നില്ല, അടിത്തട്ട് പൊളിഞ്ഞങ്ങ് പോയി. ഇതുപോലെ ഒരു വാണിംഗ് ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പേ നമ്മൾ ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. അയ്യോ കേട്ടോണേ, ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിൻ്റെ ഭാഗമല്ല, ആധികമായി കാനോനിക്കല്ല, പക്ഷേ അത് പഴയകാല വിശ്വാസികൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്നത്. ഹാനോക്കിൻ്റെ പുസ്തകം പറയുന്നത് മൂന്നാം സ്വർഗമെന്ന് വരെ വേദപുസ്തകത്തിൽ ജനറലി ഇതിനെ വിശദീകരിക്കുന്നുള്ളൂ. പക്ഷേ ഹാനോക്ക് പറയുന്നത് അതിന് തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. 10 അതിനെ സബ് ഡിവൈഡ് ചെയ്യാം. ഇനി വേദപുസ്തകത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇന്നത് എടുക്കത്തില്ല, വേറെ ഏതെങ്കിലും ഒരു ദിവസം തൊട്ടാലായി. സ്വർഗവും സ്വർഗാതിസ്വർഗവും, സ്വർഗവും സ്വർഗങ്ങളുടെ സ്വർഗവും, സ്വർഗാതിസ്വർഗത്തിൻ്റെ മീതെ ഉള്ള ദൈവം എന്നിത്യാദി അനവധി സ്വർഗങ്ങൾ ഉണ്ട് എന്നുള്ള സൂചനകൾ തിരുവചനത്തിൽ അനേക പ്രാവശ്യങ്ങളിൽ മോശ തന്നെ പറയുന്നുണ്ട്. ഹാനോക്ക് പറയുന്നത് ഇങ്ങനെ വേർതിരിക്കപ്പെട്ട സ്വർഗങ്ങളിൽ ഒരെണ്ണം, ശ്രദ്ധിച്ചു കേട്ടോണേ, അവിടെ കൊണ്ടുപോകുന്ന വ്യക്തികളെ അഴിച്ചുവിടത്തില്ല, കെട്ടിയിട്ടിരിക്കുകയാണ്, നരകത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ അവരെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ നിത്യലജ്ജയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ഹാനോക്കിൻ്റെ വിശ്വാസം വിട്ട് ഒരിക്കൽ പിന്മാറിയവരെ ഇടുന്ന് കെട്ടിത്തൂക്കുന്ന സ്ഥലമാണത്. എൻ്റെ പ്രിയപ്പെട്ടവർ മറക്കരുത്, കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നൊരു തീരുമാനമെടുത്ത ശേഷം അത് വസ്ത്രധാരണ രീതി പോലും ഭക്തിക്കൊത്ത ഉപദേശത്തിൽ നിന്ന ശേഷം അത് മദ്യപാനം, പുകവലി മുതലായ പലതും, ആർഭാടങ്ങളും വേഷവിധാനങ്ങളും ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചേർന്ന് വരുന്നതാണ്. ഒരിക്കൽ ദൈവസന്നിധിയിൽ വ്യവസ്ഥയെടുത്ത ശേഷം പുറകോട്ട് തിരിഞ്ഞു പോയാൽ അവർ നഷ്ടപ്പെടുമെന്നല്ല പറഞ്ഞത്, നരകത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ തന്നെയാ. പക്ഷേ അവർക്ക് വേണ്ടി വേറൊരു സ്വർഗമാണ്, അവിടെ ആളുകളെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സ്വർഗത്തെ അദ്ദേഹം 10 തിരിച്ച് വ്യാഖ്യാനിക്കുന്ന ഇടത്ത്, 10 ഭാഗങ്ങളായി തിരിച്ച് വ്യാഖ്യാനിക്കുന്ന ഇടത്ത് രണ്ടാമത്തെ സ്വർഗമെന്ന് അദ്ദേഹം പറയുന്നത് ഇവിടെയാണ്. അശുദ്ധന്മാരായ രക്ഷിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ്, രക്ഷിക്കപ്പെട്ടെങ്കിലും ദൈവകൃപയിൽ പൂർണ്ണമായി വരുവാൻ കഴിയാഞ്ഞവരെ,
പിന്നെ പിന്മാറിപ്പോയവരെ, അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട എന്ന് വെക്കുന്നവരെ, മറ്റുള്ളവർക്ക് മാതൃകാ ദോഷികളായി നടക്കുന്നവരെ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ വിടുന്നത് പോലെ അഴിച്ചു വിടുന്നില്ല. പകരം അവരെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്, അവർക്ക് വേറൊരു സ്ഥാനം കൊടുക്കുകയാണ്. നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷിക്കപ്പെടും. എന്നാൽ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യലജ്ജയ്ക്കായും. ഒന്നുകൂടെ വായിച്ച വാക്യം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. മതി കർത്താവേ, ഞാൻ ഇത് കൂട്ടത്തിലാണെന്ന് ഓർത്ത് ഭയത്തോടെ നമ്മുടെ മരുഭൂ പ്രയാണം കഴിക്കാം. പൗലോസിന്റെ ഭാഷയിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പിന്നെയും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാ. നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ വരവിൽ നിഷ്കളങ്കരായി നിൽക്കുവാൻ, പ്രഭുക്കന്മാരായി നിൽക്കുവാൻ, തേജസ്സോടെ നിൽക്കുവാൻ, മഹത്വത്തോടെ നിൽക്കുവാൻ, ക്രിസ്തുവിനെ പോലെ ആകുവാൻ ഇന്ന് പകൽ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രതിഷ്ഠിക്കാം. ഇതിന് താഴെ സുവിശേഷം ഡൈല്യൂട്ട് ചെയ്യുന്ന പലരുണ്ട്, ഉപദേശത്തെ കോട്ടിക്കളയുന്ന പലരുണ്ട്. ഞാനൊരു സൂചന മാത്രമേ പറഞ്ഞുള്ളൂ, ഒരു കൺഫർമേഷൻ അല്ല. എന്നാൽ അവനവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നന്മയിലേക്ക് വരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടാം. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഇനി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വരവ് എന്നതിന് ചില സൈനുകൾ മാത്രം തൊട്ടുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനം 12:6 ദൂതന്മാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്നാണ് യേശുവിൻ്റെ വരവ്? How long shall it be to end these wonders? കർത്താവേ, ഇത് എന്നാണ് ഇത് അവസാനിക്കുന്നത് ഈ ലോകം? മത്തായിയുടെ സുവിശേഷം 24:3 അപ്പോസ്തലന്മാരുടെ ചോദ്യം ഇതാണ്: അങ്ങയുടെ വരവിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ഇത് അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. ഇനി ഞാൻ വേദപുസ്തക പ്രവചനങ്ങളെ കുറിച്ച് മൊത്തത്തിലൊരു പദം പറയട്ടെ. ഞാൻ എടുക്കുന്ന ഒരുപാട് ദൂതുകൾ പലർക്കും മനസ്സിലാകുന്നില്ല. അതിൻ്റെ അയൽവക്കത്ത് പോലും വരത്തക്കവണ്ണമുള്ള വേദ പരിജ്ഞാനമോ അല്ലെങ്കിൽ ആത്മനിയന്ത്രണമോ അവർക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ വിവേചന ശേഷി അവർക്കില്ലാത്തതിനാൽ പലതും വിമർശിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഒന്ന് പറയട്ടെ. വേദപുസ്തകത്തിലെ ഓരോ പ്രവചനത്തിലും ഒന്നിലധികം നിവർത്തീകരണങ്ങളുണ്ട്. They have several fulfillments. ഒന്നിലധികം നിവർത്തീകരണങ്ങളുണ്ട്. അതിന് പാർഷ്യൽ ഫുൾഫിൽമെന്റ്, ഭാഗികമായ നിവർത്തീകരണമുണ്ട്. Then comes one final fulfillment, അവസാനമായ ഒരു നിവർത്തീകരണമുണ്ട്. അത് പൂർണ്ണമായിരിക്കും. സ്പിരിച്വൽ ഫുൾഫിൽമെന്റ്, ആത്മീകമായ മാത്രമുള്ള നിറവേറലുകളുണ്ട്. ഫിസിക്കൽ ഫുൾഫിൽമെന്റ്, ശാരീരികമായ ഫുൾഫിൽമെന്റ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ഒടുവിൽ ദ ഗ്രാൻഡ് ഫിനാലെ, ഏറ്റവും ഒടുവിൽ വലിയൊരു നിവർത്തീകരണമുണ്ട്. അനേക പ്രവചന ലക്ഷണങ്ങൾ കാണുന്നതിൻ്റെ ഫൈനൽ നിവർത്തീകരണമായിരിക്കും യേശുവിൻ്റെ വരവിങ്കൽ യഥാർത്ഥത്തിൽ നടക്കാനുള്ളത്. അതിൻ്റെ സൂചനകൾ ഇന്നുമുണ്ട്. ഉദാഹരണം, റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. അവരില്ലായികയാൽ ആശ്വാസം സ്വീകരിപ്പാൻ അവൾക്ക് കഴിയുന്നില്ല എന്ന് ഇസ്രയേലിൻ്റെ വല്യമ്മച്ചിയായ റാഹേലിനെ കുറിച്ച് ഒരു പ്രവചനം തിരുവചനത്തിലുണ്ട്. നിവർത്തീകരണങ്ങൾ 1ഉം 2ഉം ആയിരുന്നില്ല. മോശയുടെ ജനന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ വലിച്ച് നദിയിലിട്ട് കൊല്ലുവാൻ രാജാവ് കൽപ്പിച്ചതോടെ പെറ്റമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെടുത്തെറിയുമ്പോൾ റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. 2, യേശുവിൻ്റെ ജനന സമയത്ത് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളയുവാൻ വീണ്ടും രാജാവ് കൽപ്പനയിടുമ്പോൾ പെറ്റമ്മയുടെ കയ്യിൽ നിന്നും മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും കുഞ്ഞുങ്ങളെ വാങ്ങി വാളുകൊണ്ട് വെട്ടി കശാപ്പ് ചെയ്യുമ്പോൾ റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. 3ാം ലോക മഹായുദ്ധത്തിന് മുന്നമേ വേണ്ട, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ റാഹേൽ മക്കളെ ചൊല്ലി കരയുകയാണ്. ഒറ്റ ദിവസം ആയിരങ്ങളെയാണ് പിടിച്ചോണ്ട് പോയത്. എങ്ങോട്ട് കൊണ്ടുപോയി അറിഞ്ഞുകൂടാ. റാഹേൽ മക്കളെ ചൊല്ലി കരയുകയാണ്. അവരില്ലാത്തതിനാൽ ആശ്വാസം പ്രാപിപ്പാൻ കഴിയുകയില്ല. കണ്ട്, ഹിറ്റ്ലർ ഭരിച്ചിരുന്ന കാലത്ത് യാക്കോബിന്റെ മക്കളെ കൊന്നൊടുക്കുന്ന ഒരു കാലം കാണാം. വംശനാശം വരുത്തുമ്പോൾ റാഹേൽ മക്കളെ ചൊല്ലി കരയുകയാണ്. അവരില്ലാത്തതിനാൽ ആശ്വാസം പ്രാപിപ്പാൻ കഴിയുകയില്ല. ക്രൈസ്തവ മണ്ഡലത്തിലേക്ക് തിരിയാം. ക്രിസ്ത്യാനികളെ ആയിരങ്ങളെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ റാഹേൽ മക്കളെ ചൊല്ലി കരയുകയാണ്. ഇതിനെല്ലാം ഒരുപാട് നിവർത്തീകരണങ്ങളായി. ഇത് ഭാഗിക നിവർത്തീകരണങ്ങളാ. വേദപുസ്തകത്തിന്റെ പ്രവചനമാണോ? നിവർത്തീകരണങ്ങൾ പലതാണ്.
ഇത് മനസ്സിലാക്കുവാൻ കഴിയാത്തവർ നമ്മുടെ മെസ്സേജസ് പലതും ഗ്രഹിക്കത്തില്ല. ഇതുപോലെ ഇനിയും വരുവാനുള്ള അന്തിമ നിവർത്തീകരണത്തിന് മുന്നമേ ചില സൂചനകൾ അവിടെയും ഇവിടെയും ഉണ്ട്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ റാപ്ചർ നടക്കുമെന്നതിന്റെ സൂചന, ഒന്നാമത്തെ സൂചന നിവർത്തീകരണം നടന്നത് ഹാനോക്കിന്റെ കാലത്താണ്. 300 വർഷം ദൈവത്തോടുകൂടെ നടന്ന ശേഷം ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി ഹാനോക്ക് എടുക്കപ്പെട്ടു. നമുക്ക് ഏലിയാവിന്റെ ചരിത്രത്തിലേക്ക് വരാം. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏലിയാവിനെ ഒരു ദിവസം ചുഴലിക്കാറ്റിൽ ദൈവം എടുത്തേച്ച് പറഞ്ഞൊരു റാപ്ചർ നടക്കും. ഇതുപോലെ ഇരിക്കും റാപ്ചർ. പുതിയ നിയമത്തിലേക്ക് മാറാം. ഒരു ദിവസം തന്നെ ദൈവത്തിന് വേണ്ടി പ്രശോഭിച്ചിരുന്നതായ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് ഒന്ന് എടുത്തോണ്ട് പോയി. വേറൊരു ദിവസം പൗലോസ് അപ്പോസ്തലനെ സ്വർഗത്തിലെ ദൈവം ഒന്ന് എടുത്തേച്ച് പറഞ്ഞു റാപ്ചർ നടക്കും. ഇതിന് അനേക ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. ഇനിയും ഭാഗികമായ ഉദാഹരണങ്ങൾ അനേക ദൈവഭൃത്യന്മാർ നമ്മുടെ ചർച്ചിൽ നിന്നും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ആത്മനിവേശമുള്ള സഭകളിൽ നിന്നും ദർശനങ്ങളിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. ഒക്കെ കാര്യങ്ങൾ തെളിയിക്കുവാൻ കഴിഞ്ഞു. ഏത് ദൈവിക വചന വെളിപ്പാടിനും അനേകം നിവർത്തീകരണങ്ങളുണ്ട്. പല ഭാഗിക നിവർത്തീകരണങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിന്റെ ഒടുവിൽ ഒരു പൂർണ്ണ നിവർത്തീകരണം നടക്കും. സൈൻസ് ഓഫ് ഹിസ് കമ്മിങ്, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. സൈൻസ് ഓഫ് ഹിസ് കമ്മിങ്. മോസ്റ്റ് സൈൻസ് ആർ ഫോർ ദ ഗ്ലോറിയസ് അപ്പിയറൻസ്. യേശുക്രിസ്തുവിന്റെ വരവിനെ 2 ഭാഗങ്ങളായി ചിത്രീകരിക്കാം. ഒന്ന് തൻ്റെ രഹസ്യവരവ് ആദ്യം നടക്കണമെന്നും ഗ്ലോറിയസ് അപ്പിയറൻസ് രണ്ടാമത് നടക്കണമെന്നും തിരുവചനം പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 15 ദിവസത്തിനകം ഏതൊക്കെയോ പുതിയ തിയറികൾ വന്നിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ ആത്മ സഹോദരന്മാരിൽ ഒരാൾ കൈകൊണ്ട് ഒപ്പുവെച്ച് എൻ്റെ പേർ കഴിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ എടുക്കുന്ന അറിഞ്ഞുകൊണ്ടായിരിക്കാം. ഇന്നലെയാണ് അത് കിട്ടിയത്. ഇന്ന് രാവിലെ വേറൊരെണ്ണം കിട്ടി. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഗ്ലോറിയസ് അപ്പിയറൻസ് ആദ്യം നടക്കും, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പും രഹസ്യവരവും പിന്നീടായിരിക്കും. ഗ്ലോറിയസ് അപ്പിയറൻസ് ഉടൻ നടക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചോളാൻ. അതെൻ്റെ ആശയമല്ല, അല്ല. എൻ്റെ വിശ്വാസത്തിൽ വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതിനൊത്തവണ്ണം രഹസ്യവരവ് മുൻപിൽ നടക്കും. റാപ്ചർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് മുഴുവനും റാപ്ചറിന്റെ മാതൃകയാണ്. വേറൊരു വലിയ ചോദ്യം ബൈബിളിലുണ്ട്. റാപ്ചർ എന്നൊരു പദം പുതിയ നിയമത്തിലുണ്ടോ? ഇല്ല. പാസ്റ്റർ എന്നൊരു പദം ഉണ്ടോ? വേദപുസ്തകത്തിൽ ആരെയും പാസ്റ്റർ എന്ന് വിളിച്ച ചരിത്രമുണ്ടോ? ഇല്ല. ചിലരെ പാസ്റ്റേഴ്സ് ആക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഒരുത്തനെ പാസ്റ്റർ എന്ന് വിളിച്ചതായി വേദപുസ്തകത്തിലില്ല. പിന്നെ എന്തോടോ ഇന്ന് വിളിക്കുന്നത്? അത് ഓരോ ടെക്നിക്കൽ യൂസേജാ. സാലറി എന്ന പദം ബൈബിളിൽ ഇല്ല. അതിൻ്റെ അർത്ഥം സാലറി ഇല്ലെന്നല്ല, അതൊരു ടെക്നിക്കൽ യൂസേജാ. ആ പദം അന്ന് ഇഫക്റ്റീവ് അല്ല. വേജസ് എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. ട്രിനിറ്റി എന്നൊരു പദം ബൈബിളിലുണ്ടോ? ഇല്ല. ട്രിനിറ്റിയെ കുറിച്ചുള്ള വിശദീകരണം ഉണ്ടെങ്കിലും ട്രിനിറ്റി എന്നൊരു പദമില്ല. റാപ്ചർ എന്നൊരു പദമില്ല. ഇതൊക്കെ ടെക്നിക്കൽ വാചകങ്ങളാണ്. ആ വാചകങ്ങൾ അവരവർക്ക് മനസ്സിലാകുന്നത് പോലെ അവരവർ ഉപയോഗിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നത് പോലെ ഞാനും ഉപയോഗിക്കുന്നു, അത്രമാത്രം. റാപ്ചർ, ഈ റാപ്ചറിന്റെ ലക്ഷണങ്ങളല്ല ബൈബിളിലുള്ളത്, ഗ്ലോറിയസ് അപ്പിയറൻസിന്റെ ആണ്. ഒരു പൊതു പഠനത്തിൽ ഗ്ലോറിയസ് അപ്പിയറൻസ്, മഹത്വപ്രത്യക്ഷതയും റാപ്ചറും തമ്മിൽ ഒരു 7 വർഷത്തിന്റെ കാല വ്യത്യാസം കാണണം. ആ 7 വർഷങ്ങൾക്ക് ശേഷം നടക്കുവാനുള്ള ഗ്ലോറിയസ് അപ്പിയറൻസിന്റെ ലക്ഷണങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് മുഴുവനും. രഹസ്യവരവിന്റെ ലക്ഷണങ്ങളല്ല. ആകയാൽ രഹസ്യവരവ് അതിന് മുൻപേ നടക്കേണ്ടതാകയാൽ നിങ്ങളുടെ മരുഭൂപ്രയാണം ഭയത്തോടെ കഴിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. പാസ്റ്റർ കെ.വൈ. ഗീവർഗീസ് അതിനെക്കുറിച്ച് ഗൗരവമായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പലതും വലുതായിട്ട് വിശദീകരിക്കാൻ എനിക്കൊക്കത്തില്ല. ചരിത്രത്തിൽ നിപുണനായിരുന്ന ക്രിസ്തീയ ചരിത്രവും യഹൂദ ചരിത്രവും മെനക്കെട്ടിരുന്ന് പഠിച്ച പാസ്റ്റർ കെ.വൈ. ഗീവർഗീസിൻ്റെ പുസ്തകങ്ങൾ കിട്ടുന്നവർ വാങ്ങിച്ചു വായിച്ചോ. അദ്ദേഹം മരിച്ചിട്ട് ചില വർഷങ്ങളെ ആയുള്ളൂ. നമ്മുടെ ചർച്ചിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പല കോപ്പികൾ ഇവിടെ പലരുടെയും കയ്യിലുണ്ട്. എവിടെയെങ്കിലും കിട്ടുന്ന കാലത്ത് വാങ്ങാവുന്നവർ വാങ്ങിച്ചോ. അതിനകത്ത് ഒത്തിരി വിവരങ്ങളുണ്ട്, റാപ്ചറിനെ കുറിച്ചും മറ്റുമൊക്കെ. ഇനിയും സ്പിരിച്വൽ സയൻസ്, യേശുക്രിസ്തുവിന്റെ വരവിന്റെ സ്പിരിച്വൽ സയൻസിനകത്തേക്ക് ഞാൻ വേഗത്തിൽ കയറുകയാണ്. ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത്. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിന് സ്പെസിഫിക്കേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. 24-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ
വെളിപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ, സഖരിയ പ്രവചനം 8-ാമത്തെ അധ്യായത്തിൽ, റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ, 2 തീമോത്തിയോസ് 3-ാമത്തെ അധ്യായത്തിൽ, 2 തീമോത്തിയോസ് തന്നെ 2-ാമത്തെ അധ്യായത്തിൽ ഒക്കെ യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരുപാട് ലക്ഷണങ്ങൾ കാണാം. സ്പിരിച്വൽ സയൻസ് കാണുവാൻ കഴിയും. ഈ വരവിന് 1-2 ലക്ഷണങ്ങളല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പിരിച്വൽ സയൻസ് കാണാം. ഫോളിങ് അവേ ഫ്രം ഫെയ്ത്ത്. 2, ഫോൾസ് ക്രൈസ്റ്റ്, കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരിക. 3, കള്ളപ്രവാചകന്മാർ. 4, റിബലിയസ് ജനറേഷൻ, മറുത്തു പറയുന്ന ഒരു തലമുറ, എതിർത്തു നിൽക്കുന്ന ഒരു തലമുറ, സത്യത്തിന് കീഴടങ്ങാത്ത ഒരു തലമുറ. 5, വേൾഡിനെസ്, ലോകമയത്വം ജനത്തിൻ്റെ ഇടയിൽ കയറുക. ലവ് ഓഫ് ദ വേൾഡ്, ലോകത്തെക്കുറിച്ചുള്ള സ്നേഹം മനുഷ്യൻ്റെ അകത്ത് കയറി നിറയുക. 6, ഫിയർ ഓഫ് മാൻ ആൻഡ് നോ ഫിയർ ഓഫ് ഗാഡ്, മനുഷ്യ ഭയം വർദ്ധിക്കുക. ദൈവഭയം ഇല്ലാതെയായി മനുഷ്യനെ ഭയപ്പെടുക. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളുടെ ആരുടെയും ഒരാളുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഒരു 500 രൂപയുടെ നോട്ട് ആ തറയിൽ കിടക്കുന്നത് കണ്ടെന്നിരിക്കട്ടെ, ഞാൻ എടുക്കത്തില്ല, സത്യമായിട്ടും എടുക്കത്തില്ല. ഞാൻ അങ്ങോട്ട് കയറി വരുന്ന ഉടനെ ഒരു 500 രൂപയുടെ നോട്ട് അവിടെ കിടക്കുന്നു. ഞാൻ നോക്കുമ്പോൾ മുൻപിൽ ആരും ഇല്ല, പക്ഷെ ഞാൻ എടുക്കത്തില്ല. കാരണം അഥവാ നിങ്ങളാരേലും കണ്ടാലോ എന്നുള്ള പേടിയുണ്ടാ. എവിടെയെങ്കിലും പാത്തിരുന്ന് നിങ്ങളാരേലും കണ്ടാൽ പിന്നെ എനിക്ക് അതുവഴി വരണ്ടല്ലോ. അതുകൊണ്ടാ മനുഷ്യഭയം. ദൈവം കാണുമല്ലോ എന്നുള്ള ഭയം ഉള്ളവർക്കായി സ്തോത്രം. ഇത് രണ്ടും രണ്ടാ. മനുഷ്യഭയം കൊണ്ടും ദൈവഭയം കൊണ്ടും അതിൽ മനുഷ്യഭയം വർദ്ധിക്കുകയും ദൈവഭയം ഇല്ലാതാകുകയും ചെയ്യുക. 7, സൈറ്റനിസം, സാത്താനെ കുറിച്ചുള്ള പഠനവും സാത്താൻ്റെ അഴിഞ്ഞാട്ടവും നടക്കുക, അതൊന്ന് നടന്നുകൊണ്ടിരിക്കുക. 8, മെറ്റീരിയലിസം, ലോകത്തെക്കുറിച്ചുള്ള ചിന്തയും അതിൻ്റെ ധാർഷ്ട്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയും വർദ്ധിക്കുക. 9, സെക്ഷൽ ഇമ്മോറാലിറ്റി. ഞാൻ ഈ പറഞ്ഞ മത്തായി 24, ലൂക്കോസ് 21, വെളിപ്പാട് 9, സഖരിയ 8, റോമാലേഖനം 1, 2 തീമോത്തിയോസ് 3, തെസ്സലോനിക്കർ 2 എന്നീ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പൊതുവിവരങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. സെക്ഷൽ ഇമ്മോറാലിറ്റി ഇത്രയും വർദ്ധിച്ച ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ഒത്തിരി ആളുകൾ പറയുന്നു. കാര്യം സാത്താൻ അഴിഞ്ഞാടുകയാണ്. വർഷിപ്പ് ഓഫ് സ്ട്രേഞ്ച് ഗോഡ്സ്, അന്യദേവ സേവ. നമ്മൾ കാണിക്കുന്ന പലതിലും അന്യദേവ സേവയുടെ ഘടകങ്ങൾ കടന്നു വരാതെ അങ്ങേയറ്റം ശ്രദ്ധിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ഓർപ്പിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആരാധിക്കേണ്ട ഒരു വ്യവസ്ഥയുണ്ട്, അതിനതിൻ്റെ മാനദണ്ഡമുണ്ട്. അതിൻ്റെ വെളിയിലേക്ക് പോയാൽ അവർക്ക് പോയി കഴിഞ്ഞു, അത് അന്യദൈവ സേവയുടെ ഭാഗമാകും. ഒരു നല്ല ഉദാഹരണത്തിന് വേണ്ടി പുറപ്പാട് പുസ്തകത്തിൽ മോശ പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന സമയം യോശുവ ജനത്തെ നയിക്കുമ്പോൾ അവരൊരു പിരിവെടുത്തു. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യത്തെ സ്തോത്ര കാഴ്ച പിരിക്കുന്നത് ഇങ്ങനെയാണ്, അഹരോനാണ് പിരിക്കുന്നത്. അവരുടെ കാതുകളിലെ കുണുക്കുകളാണ് അയാൾ പിരിച്ചെടുത്ത സ്തോത്ര കാഴ്ച. അത് കൊണ്ടുവന്നൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ കാളക്കുട്ടിയെ ഉണ്ടാക്കിയേച്ച് അവർ അനൗൺസ് ചെയ്തത്, നാളെ യഹോവയ്ക്കൊരു യാഗമുണ്ട്, പേര് യഹോവയുടേതാണ്, ചെയ്യുന്നത് ദൈവത്തിൻ്റെ ജനമാണ്, കൊണ്ടുവച്ചിരിക്കുന്നത് കാളക്കുട്ടിയാണ്. ഇതുപോലെ ദൈവിക ഭാവം കാണിച്ചും ദൈവിക പേരുകൾ പറഞ്ഞും ലോകത്തിൻ്റെ ഭാഷനിൽ ഇന്ന് ആരാധിക്കുന്ന പലരുണ്ട്. റോക്ക് മ്യൂസിക്കും പോപ്പ് മ്യൂസിക്കും മറ്റും അതിൻ്റെ ഭാഗങ്ങളാണെന്ന് വിശ്വസിക്കുന്നതിൽ ഒരാളാണ് ഞാൻ. ഇവിടെ നമ്മൾ നന്നായി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഫ്രീ ആയി ആരാധിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഫ്രീ ആയി ആരാധിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരാധനയുടെ കെട്ടഴിച്ച് വിടരുതേ എന്ന് ഞാൻ പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ പേരുകളൊന്നും തൊടുന്നില്ല. ഞാനൊരു പൊതുസ്ഥലത്താണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. കൊല്ലത്തെ പീരങ്കി മൈതാനത്ത് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു. രാത്രി ഞാനായിരുന്നു പ്രസംഗിക്കേണ്ടത്. രാത്രിയും പകലും ഞാനാണ് പ്രസംഗിക്കേണ്ടത്. എനിക്കൊന്ന് പകൽ സെക്ഷനിലാണെന്ന് തോന്നുന്നു. വേറെ ഒരു കൊച്ചു മീറ്റിംഗ് ഉണ്ട്, ഒന്ന് പോയേച്ച് വന്നു വേണം ഈ മീറ്റിങ്ങിന് പ്രസംഗിക്കാനെന്ന് പറഞ്ഞു. ഞാൻ ആ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ വരുമ്പോൾ ഭയങ്കര ആർഭാടങ്ങൾ നടക്കുക. കോളേജ് വിദ്യാർത്ഥികൾ കൂട്ടമായി കൂത്താടുകയാണ്. അസ്ത്രധാരികളായ പെൺകുട്ടികൾ ധാരാളമുണ്ട്. അവരൊക്കെ ആത്മവിശ്വതയിൽ നിരന്ന് വീഴുന്നു. കോളേജുകളിൽ നിന്ന് വന്ന രക്ഷിക്കപ്പെടാത്ത ആമ്പിള്ളേർ ഇതുങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്.
ആദ്യം ഒരു ശാസന കഴിഞ്ഞേച്ച മീറ്റിംഗ് നടത്തേണ്ടതായി വന്നത്. അഹരോനെ കുറിച്ച് മോശ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ ജനത്തെ കെട്ടഴിച്ചു വിടുവാൻ ജാതികീയ സ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നാമത്തെ വികൃതമാക്കിക്കൊണ്ട് ഈ അലങ്കോലപ്പെടുത്തുന്നത് എന്താ? ഞാൻ ഇന്ന് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കെട്ടഴിഞ്ഞു കൂത്താടാനല്ല ദൈവം നമ്മെ വിളിച്ചത്. വിശുദ്ധിയുടെ പ്രമാണം സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിനും ദൈവജനത്തിനും മാതൃകകളായി ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങളും വരുന്നത്. അതിൻ്റെ മാതൃകകൾ ഉയർത്തേണ്ടത് നമ്മളാണ്. വർഷിപ്പിംഗ് ഓഫ് സ്ട്രേഞ്ച് ഗോഡ്സ്, ഡൈല്യൂട്ടഡ് ഗോസ്പൽ, സുവിശേഷം വെള്ളം ചേർത്തു. ഈച്ചിങ് ഗോസ്പൽ, ചെവിക്ക് ആകർഷകമായ സുവിശേഷം. മോക്കേഴ്സ്, പരിഹാസികൾ ഒരുമിച്ച് എഴുന്നേൽക്കുക, അവർ ദൈവത്തെ പരിഹസിക്കുക. അതേ സമയത്ത് ഗ്ലോബൽ ഇവാഞ്ചലൈസേഷൻ, ലോകവ്യാപകമായ സുവിശേഷീകരണം. ലേറ്റർ റെയിൻ, അന്ത്യകാലത്ത് നടക്കേണ്ടതായ പിന്മഴ, ദൈവത്തോട് ചോദിക്കുക. പവർ മിനിസ്ട്രി, ഇതും ദൈവത്തിൻ്റെ ഈ അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നാണിത്. ഒരു വശത്ത് സാത്താൻ പിടിച്ചു താഴ്ത്തുമ്പോൾ മറുവശത്ത് ദൈവം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ക്രിസ്ത്യൻ മാർട്ടിഡം, ക്രിസ്തുവിന് വേണ്ടി അനേക രക്തസാക്ഷികളാകുക ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷണങ്ങൾ മുഴുവനും സയൻസ് ഓഫ് ഹിസ് കമ്മിങ് മത്തായി 24-ലും ലൂക്കോസ് 21-ലും മഹാവിപത്തുകളോടെ നടക്കുകയാണ്. ഗ്രേറ്റ് ഗ്രേറ്റ് ട്രാജഡീസ്. 2 പത്രോസ് 3:3-4 വാക്യങ്ങളിലും എബ്രായ ലേഖനം 9:28-ലും വിശ്വാസത്യാഗം മുതൽ വരവിനായി കാത്തിരിക്കുന്നവരെ വരെ അനേക ലക്ഷണങ്ങൾ കാണുവാൻ കഴിയും. വിശ്വാസം ത്യജിച്ചു കളയുന്നവരുണ്ട്. വിശ്വാസത്യാഗം സംഭവിച്ചു കൊണ്ടിരിക്കും. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശു ചോദിച്ച ചോദ്യം. അതേ സമയത്ത് തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ലക്ഷണങ്ങൾ, ഒരുപാട് ലക്ഷണങ്ങൾ കാണുവാൻ കഴിയും. പരിഹാസികൾ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരും. 2 പത്രോസ് 3-3 വാക്യങ്ങളിൽ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലതും സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യകാലത്ത് പരിഹാസത്തോടെ എഴുന്നേറ്റ് വരുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് ബൈബിൾ തീർത്തു പറയുന്നു. പരിഹസിക്കുന്ന ഒരു സ്കോഫേഴ്സ്, കാത്തു നിൽക്കുന്ന വേറൊരു ജനവിഭാഗം കാണും. എബ്രായ ലേഖനം 9-28 വാക്യം മലയാളത്തിൽ വായിക്കുമ്പോൾ 27-28 ചേർന്ന് വായിച്ചാൽ, 27-28 ചേർത്ത് വായിച്ചാൽ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമത് പാപം കൂടാതെ അവർ രക്ഷപ്പെടും. ഒരു വശത്ത് വിശ്വാസത്യാഗം സംഭവിക്കുമ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. ആ കാത്തിരിപ്പിനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു. those who are eagerly waiting, those who are eagerly waiting, constantly waiting and patiently waiting. അത് ആംപ്ലിഫൈഡ് ബൈബിളിന്റെ വിശദീകരണമാണ്. ഈഗർലി വെയിറ്റിംഗ്, കോൺസ്റ്റന്റ്ലി വെയിറ്റിംഗ്, പേഷ്യന്റ്ലി വെയിറ്റിംഗ്. ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, കാത്തു നിൽക്കുന്നവർ. അവർക്ക് വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്. ഇനി യെരൂശലേമിലേക്ക് തിരിഞ്ഞാൽ ഇസ്രയേലിലൂടെ നടക്കേണ്ട ഒരുപാട് ലക്ഷണങ്ങൾ ഞാൻ അടുത്ത 5-6 മിനിറ്റ് കൊണ്ട് നിർത്തിയേച്ച് കർത്താവിൻ്റെ തിരുമേശയിലേക്ക് പോകും. ഇസ്രയേലിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തിൻ്റെ ഘടികാരം എന്ന് പറയുന്നത് ഇസ്രയേലിനെയാണ്. അനേക ഉപമാനങ്ങൾ ഇതിനെക്കുറിച്ച് ഈ ഇസ്രയേലിനെ ചേർത്ത് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ക്ലോക്ക്, എനിക്ക് സമയം അറിയണമെങ്കിൽ എൻ്റെ വാച്ചിലോട്ട് നോക്കി എത്ര മണിയായി എന്ന് കാണുന്നത് പോലെ ലോകം ജനത്തെ ദൈവത്തിൻ്റെ സമയം കാണേണ്ടതിന് ഉപയോഗിക്കേണ്ട ക്ലോക്കാണ് ഇസ്രയേൽ. അതിൻ്റെ സൂചകങ്ങൾ ദൈവിക സമയത്തെ വിളിച്ചു കാണിക്കുന്നതാണ്. ഇസ്രയേലിനെ കുറിച്ച്, ദൈവസഭയെക്കുറിച്ച് ഒത്തിരി ഉണ്ട്. നമ്മൾ ഇന്നെങ്ങും കൊണ്ടുപോകത്തില്ല, എന്തെങ്കിലും പോകുന്ന എനിക്ക് അറിയാനും വയ്യ. ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് തളിർക്കുന്ന അത്തി, അത് നടന്നു കഴിഞ്ഞു. 2 ഉണങ്ങിയ അസ്ഥി, ഉണങ്ങി തളർക്കുന്ന അത്തി, അത് നടന്നു കഴിഞ്ഞു. ഇസ്രയേൽ മടങ്ങി വന്നു, അവർ അത്തിയായി തളിർക്കുവാൻ തുടങ്ങി. 2 ഉണങ്ങിയ അസ്ഥി, അവരുടെ അസ്ഥി ആകപ്പാടെ ഉണങ്ങിപ്പോയതാണ്. 3 തിരികെ ചേർക്കുന്ന രാഷ്ട്രം, അതിന്ന് നടന്നുകൊണ്ടിരിക്കുക. തിരികെ ചേർക്കുന്ന രാഷ്ട്രം, ദ റീയൂണിയനിങ് നേഷൻ, ദാറ്റ് ഈസ് ബീയിങ് ഡൺ. എ വേൾഡ് വാർ ആൻഡ് മോർ നടക്കുവാനുള്ള ഒരു ലോകമഹായുദ്ധവും അതിനെ കുറിക്കുന്ന പലതും ഇസ്രയേലിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ, ആമോസിന്റെ പുസ്തകം 9:9, അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ
ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും, ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. ആമോസ് 9:9 ഇസ്രായേലിനെ ഭൂമിയുടെ സകല ഭാഗങ്ങളിൽ നിന്നും അരിച്ചു വെറുക്കും. മലയാളക്കരയിൽ ഉണ്ടായിരുന്നവർ മിക്കവാറും പോയി എന്ന് പറയുന്നു. മുഴുവനും പേരും പോയി എന്ന് ചിലർ പറഞ്ഞു. 2 പേരവിടെ ഉണ്ട്, എനിക്ക് പേഴ്സണലി അറിയാമെന്ന് ഞാൻ ഇതിനിടയ്ക്കൊന്ന് കേട്ടു. ഇതുകൊണ്ട് ആ സ്വദേശികളായ കൊച്ചിക്കാരായ 1-2 സഹോദരന്മാരോട് ഒന്ന് പേഴ്സണലായി അന്വേഷിച്ചിട്ട് എനിക്കൊരു റിപ്പോർട്ട് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 18 പേരെ വരെ ഇപ്പോഴും അവിടെ കണ്ടെന്നാ. ഒത്തിരി പേര് പോയി എങ്കിലും 18 പേര് ഇനിയും അവിടെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതും പറഞ്ഞിട്ട് 2 വർഷമായി. ഇതിനോടകം എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അരിച്ചു പെറുക്കും എന്നൊരിടത്ത് പറഞ്ഞപ്പോൾ അരിച്ചു പറിക്കുമെന്ന് വേറൊരിടത്ത് പറയുകയാണ്. യെരമ്യാപ്രവചനം 6:9 അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ അരിക്കുമെന്ന് ആമോസ് 9:9 പറയുമ്പോൾ യെരമ്യാപ്രവചനം 6:9 പറയുന്നത് ഞാൻ അവരെ ക്ലീൻ ചെയ്തെടുക്കും. മുന്തിരിപ്പഴം പറിക്കുന്നവൻ അരിച്ചു പറിക്കുന്നത് പോലെ ഞാൻ ജനത്തെ വിവിധ ഇടങ്ങളിൽ നിന്ന് അരിച്ചു പറിച്ചെടുക്കും. മുന്തിരിപ്പഴം പറിക്കുന്നവനെ പോലെ നിന്റെ കൈ വീണ്ടും വള്ളികളിലേക്ക് നീട്ടുക. എവിടെങ്കിലും ഇടയ്ക്ക് ഒന്നെങ്കിലും പോയിട്ടുണ്ടോ എന്ന്. ഓക്കെ, മനശ്ശയുടെ മക്കളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടെ ചിന്തിച്ചു. ഞാൻ ഇംഗ്ലീഷ് പോസ്റ്റ് ഇട്ടിട്ടില്ല. മനശ്ശയുടെ മക്കളെ കുറിച്ച് ചിന്തിച്ചു. നമ്മുടെ മണിപ്പൂരിൽ ഉണ്ടായിരുന്നവർ മനശ്ശ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നെന്നും അവരുടെ മടങ്ങിപ്പോക്കിന് വേണ്ടിയാണ് ഈ പ്രശ്നം മണിപ്പൂരിൽ ഉണ്ടായതെന്നും നമ്മളൊന്ന് പറയുകയുണ്ടായി. ഇന്നലത്തെ ഒരു ന്യൂസിൻ്റെ പേര് എൻ്റെ കയ്യിലുണ്ട്, റെക്കോർഡഡ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാനിതൊരു പൊതുസ്ഥലത്ത് വെച്ച് അനൗൺസ് ചെയ്യുന്നില്ല. ഇതൊരു ക്രിസ്ത്യൻ ന്യൂസ് ഏജൻസി അല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവർ പറയുന്നത് മണിപ്പൂരിൽ നിന്ന് പോയ യഹൂദ വംശത്തിൽപ്പെട്ട ആളുകൾ 300 പേരോളം ഇന്ന് ഇസ്രായേൽ മിലിറ്ററിയിലുണ്ട്. യുദ്ധസേവ ഇസ്രായേല്യർക്ക് ബാധകമായതുപോലെ അവിടത്തേക്ക് പൗരത്വമെടുത്ത് ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയ മണിപ്പൂരുകാർക്കുമുണ്ട്. 14 സെപ്റ്റംബർ 24 ഇന്നലത്തെ ഒരു ന്യൂസാണ്. അതിനകത്തുനിന്നൊരു സോൾജിയർ ഇന്നലെ കൊല്ലപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് പോയ ഇന്ത്യക്കാരനായ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു സോൾജിയർ. അവൻ്റെ പിക്ചർ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഇട്ടില്ല. കാരണം അറിയാവൂ, അവനൊരു സിഗരറ്റും വലിച്ചുകൊണ്ട് നിൽക്കുന്നതായിരുന്നു പടം. ഇവിടെ ചില വർഷങ്ങൾക്ക് മുൻപേ ആനിവേഴ്സറി നടന്ന സമയത്ത് സ്റ്റേജിൽ പല പ്ലേയും കാണിച്ച കൂട്ടത്തിൽ കള്ളുകുടിച്ച് ആടി നടക്കുന്ന കുഞ്ഞുങ്ങളെയും വേഷപ്രച്ഛന്നരായ ആവശ്യത്തിന് വസ്ത്രമില്ലാത്ത ആളുകളെയും ഒക്കെ കാണിച്ചതോടെ ചർച്ചിനകത്തെ ചിന്തിക്കാൻ കഴിയുന്ന പ്രായമുള്ള കുറച്ച് പേര് ചിന്തിച്ച് നമുക്ക് ചർച്ചിൽ ഇങ്ങനൊരു പരിപാടി വേണ്ട. കാര്യം നമ്മൾ കാണിക്കുന്ന സകലതും മാതൃകകളായിരിക്കണം. ഒന്നുകൂടെ ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ, കാണിക്കുന്ന സകലതും മാതൃകകളായിരിക്കണം. അത് പറഞ്ഞേച്ച് ചത്തുപോയവൻ്റെ ഫോട്ടോ ഇന്നലെ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ വരികയും ചെയ്തതാ. പക്ഷേ അവനൊരു സിഗരറ്റും കൂടെ വലിച്ചത് കൊണ്ട് നമ്മുടെ സ്റ്റേജിൽ കാണിക്കണ്ട, ഇതിൻ്റെ മാനദണ്ഡം വേറൊന്നാ. അത് ഒക്കുന്നിടത്ത് കാണിക്കട്ടെ, നമ്മുടെ മാനദണ്ഡം വേറൊന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചയിൽ തിരുമ്മാൻ പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എൻ്റെ ശരീരത്തിന് അങ്ങും ഇങ്ങൊക്കെ കുറച്ച് വേദന ഉള്ളതുകൊണ്ട് ഒന്ന് ബലപ്പെടുമോ എന്ന് നോക്കാൻ വേണ്ടി തിരുമ്മിക്കാൻ പോയിരുന്നു. ആ കൂട്ടത്തിൽ ഒരു വീടിൻ്റെ കല്ലിടണമായിരുന്നു. 1-2 വീടുകൾ വിസിറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് തിരുമ്മിക്കേണ്ടത്. തിരുമ്മിക്കാൻ പോകുന്നിടത്തെ വേഷത്തിൽ അത് വളരെ ലോയാ. ഒരു വീട് വിസിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അത് ആ വീട്ടുകാരുടെ മാന്യതയ്ക്ക് താഴെയാണ്. എനിക്ക് തിരിച്ചിവിടെ വന്ന് ഡ്രസ്സ് മാറി വെച്ച് പോകാനൊക്കത്തില്ല. അത് 2 മണിക്കൂർ നഷ്ടമോ. 2 2 ഡ്രസ്സാണ്. ഒരു ഡ്രസ്സ് പറ്റത്തില്ല ഞാനൊരാളാണെങ്കിലും. അതുകൊണ്ട് ആ വീട്ടിൽ പോകാനുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ പോവുകയും മറ്റേത് ചുരുട്ടി ഒരു ബാഗിനകത്ത് വെച്ചുകൊണ്ട് പോവുകയും നമ്മുടെ സഹോദരന്മാരുടെ ഒരാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആ തിരുമ്മുന്ന ഡ്രസ്സ് ഇടുകയും ചെയ്തു. ഞാൻ ഒന്നുകൂടെ ഓർത്തു, തിരുമ്മടത്തെ ഡ്രസ്സ് വേറെ, വീട് വിസിറ്റ് ചെയ്യുന്ന ഡ്രസ്സ് വേറെ, സഭായോഗത്തിന് വരുന്ന ഡ്രസ്സ് വേറെ, പിക്ചറിന് പോകുന്ന ഡ്രസ്സ് വേറെ. പിക്ചറിന് പോകുന്നവൻ അതുവഴി പോട്ടെ, സിനിമയ്ക്ക് പോകുന്ന ഡ്രസ്സ് വേറെ, ദൈവത്തെ സേവിക്കുന്ന ഡ്രസ്സ് വേറെ. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത പട്ടാളത്തിൽ പോകുമ്പോഴത്തെ ഡ്രസ്സ് വേറെ, പള്ളി വരുമ്പോഴത്തെ ഡ്രസ്സ് വേറെ. ഇന്ന് പകൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മുടെ അന്തരംഗങ്ങൾ ഒരുങ്ങട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മണിപ്പൂരിലും ഇതുണ്ടായി. യഹൂദനെ കുറിച്ച് പറയുന്നത് അവൻ ഭാരമുള്ള ഒരു കല്ലാണ്. സഖരിയ പ്രവചനം 12:3 യഹൂദനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ ഒന്നേ ഞാൻ എടുക്കുന്നുള്ളൂ. യഹൂദൻ ഭാരമുള്ള ഒരു കല്ലായിരിക്കും. അന്നാളിൽ ഞാൻ യെരൂശലേമിലെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേക്കും. നമ്മുടെ മണിപ്പൂരിലും യഹൂദന്മാർ വന്ന് പാർത്തു. ഇവിടെയും കഠിനമായി നമ്മൾ മുറിവേറ്റു. അതുപോലെ മുറിവേറ്റ സ്റ്റേറ്റുകൾ വേറൊന്നുമില്ല. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് ഹി വിൽ ബി എ കപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ.
ഈ ദിവസങ്ങളിൽ ഇസ്രായേലിനെ കുറിച്ച് കേൾക്കുന്നവൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല, നേരോ കള്ളമോ എന്ന് അറിയത്തില്ല, ഒരു അഭിപ്രായവുമില്ല, ഇസ്രായേലിൽ നടിക്കുന്ന മണം പോലുമില്ല. എന്നാലും പറയും അത് തെറ്റി ഇത് തെറ്റി, മിണ്ടായിരുന്നു. താനെന്തിനായി അലയ്ക്കുന്നത്? എനിക്ക് ഇതിനെക്കുറിച്ച് എന്നെ അറിയാം. നിങ്ങളങ്ങ് നടക്കുന്ന കാര്യം ശരിയാണോ? ഇതിനെക്കുറിച്ച് എന്തിനീ ശല്യത്തിന് വരുന്നു? പറയാം, ഇസ്രായേൽ ഈസ് എ കപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ. തൊടുന്നവനൊക്കെയും ലഹരി പിടിക്കും. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു. യേശുവിൻ്റെ വരവിന് മുമ്പേ നടക്കേണ്ട ചില കാര്യങ്ങളാണ് അന്ന് എടുത്തു പറയുന്നത്. ബേർഡൻ സ്റ്റോൺ, ഇസ്രായേലിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 2 സൈനുകൾ ഞാനിവിടെ നിർത്തിയേ മതിയാകെയുള്ളൂ. ഒന്ന്, തളിർക്കുന്ന അത്തി. അത്തി തളിർക്കണമെങ്കിൽ ഒരിക്കൽ ഇത് ഉണങ്ങിയേ മതിയാകൂ. അത് ഫലമില്ലാതെ വന്ന കാലത്ത് ദൈവം അതിനെ ശപിച്ചത് ഉണങ്ങി. ഇന്ന് ഒരുപാട് സഭകൾ ഡിറ്റോറിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ഒരു സഭായോഗത്തിന് ഇവിടെ പറഞ്ഞു, മലയാളി പെന്തക്കോസ്തുകാരുടെ അനേക സഭകൾ എടുത്താൽ അതിനകത്ത് ചെറുപ്പക്കാർ കയറത്തില്ല, ഉണങ്ങിക്കൊണ്ടിരിക്കുക. ദിവസങ്ങൾ കഴിയും തോറും എന്തുകൊണ്ട് ഉണങ്ങുന്നു? ഫലമില്ലാതെ വരുന്നതിനാൽ. ഫലമില്ലാത്ത നേതാക്കൾ, ഫലമില്ലാത്ത ശുശ്രൂഷകന്മാർ രംഗപ്രവേശനം ചെയ്യുന്നതിനാൽ യഹൂദൻ ഉണങ്ങിപ്പോയി. ആത്മീയ യഹൂദനും ഉണങ്ങുന്നുണ്ട്. എന്നാൽ അന്ന് തന്നെ അവൻ അസ്ഥികളായി ചുരുങ്ങി, അവൻ അസ്ഥികളായി ഉണങ്ങിപ്പോയി. എന്നാൽ ഫലം കായ്ച്ചു തുടങ്ങുമ്പോൾ അത്തി തിരികെ തളിർക്കാൻ തുടങ്ങും. ഫലം കായ്ക്കുക എന്ന് പറയുന്നതാണ് തളിർപ്പിന്റെ ലക്ഷണം. അതാണ് യേശുവിൻ്റെ മടങ്ങി വരവിന് മുമ്പേ നടക്കേണ്ടത്. സഭയെ നാമും ഉണങ്ങി തുടങ്ങിയെങ്കിൽ ഫലം കായ്ക്കുവാൻ ദൈവസന്നിധിയിൽ മടങ്ങി വരാം. അന്ന് നാം ശുദ്ധീകരിക്കപ്പെടും, നാം വളർന്നു വരും. ഒന്നാമത്തെ ഉദാഹരണം അതാണ്. രണ്ടാമത്തേത് ഉണങ്ങിയ അസ്ഥി താഴ്വര ഒരു സൈന്യമായി മാറുന്നതാണ്. ഒറ്റ ആശയം കൂടെ തൊട്ട് ചിഹ്നത്തിടെ നിർത്തുക. വരുന്ന ആഴ്ച നമുക്ക് തുടരാം. കർത്താവ് വന്നില്ല, വരാൻ താമസിച്ചാൽ. ദൈവിക വാഗ്ദത്തത്തോട് അതിൽ തന്നെ പോരാട്ടമുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഓർത്തോണം, നമ്മളെല്ലാം ഒരു പോരാട്ട ഭൂമിയിലാണ്. എംഎവർഗീസ് എന്തെങ്കിലും പ്രസംഗിച്ചാൽ ഉടനെ കണ്ട അവനും ഇവനും ഒക്കെ എഴുതി തുടങ്ങും, വേണ്ടാത്തവനൊക്കെ വായിച്ചു തുടങ്ങും, പിന്നെ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തുടങ്ങും. ഇതിൻ്റെ എല്ലാം പുറകിലൊരു സത്യമുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. ആത്മീയനെയും ജഡികനെയും തമ്മിൽ വേർതിരിച്ച് തമ്മിൽ ശത്രുത്വം ദൈവം തീരുമാനിച്ചതാണ്. പണ്ടൊരിക്കൽ നിരൂപിക്കുന്നവരോട് ഞാൻ ചോദിച്ചു, എന്നെ നിരൂപിക്കുന്നവരല്ല, ആത്മീയരെ നിരൂപിക്കുന്നവരോട് ഞാൻ ചോദിച്ചു, അവരാരെങ്കിലും നിന്റെ 1 രൂപ വാങ്ങിച്ചിട്ടുണ്ടോ? അവരാരെങ്കിലും നിന്റെ വീട്ടിൽ നിന്ന് 1 ചായ കുടിച്ചിട്ട് കാശ് തരാതെ പോയിട്ടുണ്ടോ? എന്തിന് നീ ശല്യത്തിന് പോന്നു? ഇതൊന്നും അല്ലടോ കാര്യം. എൻ്റെ അകത്തിൻ്റെ അകത്ത് ബിൽറ്റിൻ ഒരു പ്രശ്നമുണ്ട്. 2 പേര് തമ്മിൽ ശത്രുത്വം ദൈവം കൽപ്പിച്ചതാണ്. ഗലാത്യ ലേഖനം 25-26 വാക്യങ്ങളിൽ, ജനസിസ് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ, കഴിഞ്ഞ ആഴ്ച ആരോ എനിക്കൊരാളത് അതിൻ്റെ കട്ടിങ് എടുത്ത് അയച്ചു തന്നു. താങ്ക് യു. എനിക്ക് വാക്യം അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് ഞാൻ വായിക്കാതെ പോയതല്ല, നേരമില്ലാത്തതുകൊണ്ട് വായിക്കാതെ പോയതാണ്. പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവൻ്റെ കൈ യേശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു. അവന് യാക്കോബ് എന്ന് പേരിട്ടു. 2 മക്കൾ ജനിക്കയാണ്. കുഞ്ഞുങ്ങൾ തമ്മിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഭയങ്കര ശണ്ടയുണ്ടായി. അതിന് 1-ാമത്തെ കുഞ്ഞ് കൈ വെളിയിലോട്ടിട്ടു ജനിക്കേണ്ടതിന് വേണ്ടി. അവൻ്റെ കൈ അകത്തോട്ട് വലിച്ചു. അവനെ യാക്കോബ് എന്ന് വിളിച്ചു. യേശാവ് ആദ്യം കൈ കാണിക്കാഞ്ഞവൻ ആദ്യം ജനിച്ചു. അമ്മയുടെ ഉള്ളിൽ തന്നെ യുദ്ധം ആരംഭിച്ചതാണ്. ഞാൻ ആ ഭാഗം ഒന്നുകൂടൊന്ന് തൊട്ടോട്ടെ. തൻ്റെ ഈ അമ്മച്ചി വേദപുസ്തകത്തിനകത്തില്ലെങ്കിലും ഇരട്ടക്കുഞ്ഞുങ്ങളെക്കുറിച്ച് ധാരാളം പ്രസ്താവനകൾ ചരിത്രത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിലുണ്ട്. അമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായതും 3 കുഞ്ഞുങ്ങളുണ്ടായതും ഒരൊറ്റ ഡെലിവറിയിൽ 4 കുഞ്ഞുങ്ങളുണ്ടായതും ഒക്കെ ചാവുകട ലിഖിതങ്ങളിൽ ഉണ്ടെങ്കിലും അത് 100% ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ ഇരട്ട കുഞ്ഞുങ്ങൾ ഇവരാ. വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ ഇരട്ട കുഞ്ഞുങ്ങൾ യേശാവും യാക്കോബുമാണ്. ഈ 2 കുഞ്ഞുങ്ങളെ അമ്മ ഗർഭം ധരിച്ചു. അമ്മ അന്നു മുതൽ ഒരു പ്രശ്നം അനുഭവിക്കാൻ തുടങ്ങി. അല്ലെ, കുഞ്ഞുങ്ങൾ വളർന്നതോടുകൂടെ ഗർഭത്തിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ യുദ്ധം ആരംഭിച്ചു എന്ന്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ അമ്മ ആകപ്പാടെ മക്കളില്ലാതെ ഒരുപാട് കാലം ഇരുന്ന് പ്രാർത്ഥിച്ച് ഗർഭിണിയായതാണ്. അന്ന് മുതൽ വയറ്റ് യുദ്ധമാണ്. ഈ പുള്ളിക്കാരത്തി ഓടി അടുത്തൊരു വീട്ടിൽ ചെന്ന് കാണും. അത് ഞാൻ ചുമ്മാ എൻ്റേതായിട്ട് പറയുകയാണ്, ചുമ്മാ അല്ല, കാര്യമായിട്ട് എൻ്റെ ആയിട്ട് പറയുക. അടുത്തൊരു വീട്ടിൽ ചെന്ന് ചോദിച്ചു കാണും, അമ്മച്ചിക്ക് എത്ര പിള്ളേരുണ്ട്? 10. അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു ഗർഭസമയത്ത് ഇതുപോലെ വയറ്റിൽ യുദ്ധം ഉണ്ടായോ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു കാണും, കുഞ്ഞ് എന്നാടി ഈ പറയുന്ന യുദ്ധോ?
നിനക്ക് പേയടി പോടി. എനിക്ക് പിള്ളേര് 10 1 2 അല്ല, യുദ്ധോ. നിനക്കൊന്നും ഉണ്ടായില്ല അതിന് മുമ്പേ യുദ്ധോ. വിളാകപ്പെടെ ഇഞ്ഞപ്പുറത്തെ വീട്ടിൽ കയറി ചോദിച്ചാൽ അമ്മച്ചിക്ക് എത്ര പിള്ളേരുണ്ട്? 15. എന്തെങ്കിലും വൈറ്റ് യുദ്ധമുണ്ട്. നിനക്ക് പ്രാന്തടി പോടി. 3ാമത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞു കാര്യം നിനക്ക് ഭൂതമാടി പോടി. അന്ന് രാത്രി ഇവള് തീരുമാനിച്ചു ഇതിനാണ് ഒരു മറുപടി കണ്ടുപിടിച്ചേ പറ്റൂ. അന്ന് രാത്രി അവളെ യഹോവയുടെ മുമ്പിൽ വന്ന് ആലോചന ചോദിച്ചു, കർത്താവേ ഞാൻ എന്തിന് ജീവിക്കണം? എനിക്ക് ഭ്രാന്താണോ, പേയാണോ, ഭൂതമാണോ? ഞാൻ എന്തിന് ജീവിക്കണം? കർത്താവ് ഒരു മറുപടി പറഞ്ഞു, മോളെ, നാട്ടുകാരമ്മച്ചിമാരെ പോലെ അല്ല നീ. 2 ജാതികൾ നിന്റെ ഉള്ളിലുണ്ട്. 2 വംശങ്ങൾ നിന്നിൽ നിന്ന് പിരിയാൻ പോകയാ. ആത്മീയമത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിശാച, പേയ, ഭൂതമാന്നൊക്കെ അനുഭവങ്ങൾ ഇല്ലാത്തവരുടെ അനുഭവ സാക്ഷ്യം പറയുമ്പോൾ ഇന്ന് പകൽ അനുഭവമുള്ള ദൈവ പൈതലേ, ജനനത്തിങ്കൽ തന്നെ ഒരു യുദ്ധമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വളരെ ഗൗരവമായി എടുത്തു. 2 പേരും തമ്മിൽ യുദ്ധം ചെയ്തു. അവസാനം ജയിച്ചവനോട് ദൈവദൂതൻ മല്ല് പിടിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ജയിച്ചോ, നിന്റെ പേരും മാറ്റി. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തട്ടെ. ആത്മീയത്തിന് വിളിയിൽ തന്നെ ഒരു യുദ്ധമുണ്ട്. ഇന്ന് പകൽ യുദ്ധം ചെയ്ത് ജയിക്കുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമേ, ഞങ്ങൾക്ക് തന്ന സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ വരവിനെക്കുറിച്ച് ചിന്തിക്കുവാൻ, അതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് കടക്കുവാൻ മാത്രമല്ല, ഇതൊരു വചന ധ്യാനമാകയാൽ, ഇതൊരു വചന ശുശ്രൂഷയാകയാൽ പകലും ഞങ്ങളോട് ഇടപെടുവാനുള്ളത് കർത്താവ് ഇടപെട്ടതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിച്ചു വാഴ്ത്തുന്നു. അങ്ങയുടെ വലിയ കൃപയുള്ള കരം ഞങ്ങളുടെ മേലിരിക്കണം. മഹത്വം അങ്ങ് എടുക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.